1438 ദിവസത്തിലെ മലയാള സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായി ഒരു നിമിഷത്തെ മൗന പ്രാർത്ഥന. ഇന്ന് നമ്മുടെ അതിഥി ഡോക്ടർ സേതുരാജ് KS, അസോസിയേറ്റ് പ്രൊഫസർ, സംഹിത സംസ്കൃതം സിദ്ധാന്ത വകുപ്പ്, ഗവൺമെന്റ് ആയുർവേദ കോളേജ്, തൃപ്പൂണിത്തുറ. വിഷയം ഭക്ഷണ ആരോഗ്യ പരിപാലനത്തിൽ. നമുക്കറിയാം, ഒരു ഫിസിഷ്യൻ ആവുക എന്നുള്ളത് വളരെ കഠിനമായ ഒരു തപസ്യ തന്നെയാണ്. അറിവിന് യാതൊരു പഞ്ഞവുമില്ല. ധാരാളം കാര്യങ്ങൾ ദൈനംദിനം ആർജിച്ചുകൊണ്ടേയിരിക്കണം. ഇപ്പോൾ ഹോമിയോപ്പതി എല്ലാത്തരം അറിവുകളെയും ആർജിക്കാൻ സന്നദ്ധരാണ്. അതുകൊണ്ട് തന്നെയാണ് ആയുർവേദത്തിൽ ഏറ്റവും പ്രാഥമികമായ കുറെ കാര്യങ്ങൾ വൈദ്യകീയ സുഭാഷിതങ്ങൾ എന്ന പേരിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. പൊതുവായിട്ടുള്ള എല്ലാ കാര്യങ്ങളെ കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. നമുക്കറിയാൻ ആഗ്രഹമുണ്ട്. അതിലേക്കായിട്ട് നമ്മുടെ ബഹുമാന്യനായ അസോസിയേറ്റ് പ്രൊഫസർ സേതുരാജ് സാർ എത്തിയിട്ടുണ്ട്. നമുക്കറിയാം, നമ്മുടെ ഉപനിഷത്തിൽ പറഞ്ഞിട്ടുള്ള പോലെ അന്നമശിതം ത്രേതാ വിധീയതേ. കഴിക്കുന്ന ആഹാരം 3 തരത്തിലാകുന്നു. അതിന്റെ സൂക്ഷ്മമായ അംശം മനസ്സാകുന്നു. അതിന്റെ അടുത്ത ഭാഗം മാംസമാകുന്നു. അതിന്റെ അടുത്ത ഭാഗം പുരീഷം ഭവതി, ലാസ്റ്റ് പാർട്ട് ടു ബിക്കം എക്സ്ക്രീറ്റ. അപ്പൊ ഇത് ഏറ്റവും കൂടുതൽ മനസ്സിലാവുന്ന ഹോമിയോപ്പതി ഡോക്ടർമാർക്ക് തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ ഹോമിയോപ്പതി മരുന്ന് പൊട്ടൻറ്റൈസ് ചെയ്യുമ്പോഴത്തേക്ക് വളരെ സൂക്ഷ്മമാകുകയും ആ പൊട്ടൻസി മെഡിസിനാണ് കൂടുതൽ മാനസികമായ മെന്റൽ സിംപ്റ്റംസ് ഉണ്ടാക്കുകയും ചെയ്യുന്നത് പ്രൂവിങ്ങില്. അപ്പം മാത്രമല്ല, ചികിത്സയിലും അതുപോലെ തന്നെയാണ്. ഉയർന്ന ആവർത്തനത്തിൽ കൊടുക്കുമ്പോഴായിരിക്കും പലപ്പോഴും മാനസികമായ പരിവർത്തനങ്ങൾ ഹോമിയോപ്പതി മരുന്ന് ഉണ്ടാകുന്നത്. ഇപ്പൊ നമുക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാകും. അപ്പൊ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഇതിലേക്ക് ആദരണീയനായ സേതുരാജ് സാറിനെ ക്ഷണിക്കുന്നു. നമസ്കാരം സാർ, തുടങ്ങിക്കോളാം. അതോടൊപ്പം നമ്മുടെ ആദരണീയ ചലച്ചിത്ര താരം ശ്രീമാൻ MR ഗോപകുമാർ ഈ ചടങ്ങിലുണ്ട്. അദ്ദേഹത്തെയും കൂടെ സ്വാഗതം ചെയ്യുകയാണ്. തുടങ്ങിയോ? നമസ്കാരം സാർ. നമസ്കാരം. ഹലോ, കേൾക്കാമോ? കേൾക്കാം. ബഹുമാനപ്പെട്ട വൈദ്യ സുഹൃത്തുക്കളെ, ഇന്ന് നമ്മുടെ ആ ചർച്ചയുടെ വിഷയമായി എന്നിൽ നിർദ്ദേശിക്കപ്പെട്ടുള്ള വിഷയം ആഹാരത്തെ പറ്റിയിട്ടാണ്. അപ്പം ഇത് പറഞ്ഞു തുടങ്ങുന്നതിന് മുന്നേ തന്നെ മനോജ് ഡോക്ടർ പറഞ്ഞ ആ ഭാഗം തന്നെ, അതിന്റെ ആ പ്രമാണം പറഞ്ഞുകൊണ്ട് തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. അന്നമശിതം ത്രേധാ വിധീയതേ, തസ്യോ സ്തവിഷ്ടഭാഗഃ തത് പുരീഷഃ, യൻ മധ്യമഃ തത് മാംസഃ, യോ അനിഷ്ടഃ തൻ മനഃ. അതായത് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിന്റെ 3 തലത്തിലുള്ള പരിണാമങ്ങൾ ശരീരത്തിൽ സംഭവിക്കുന്നു എന്നാണ് പറയുന്നത്. 3 തരത്തിലാണ്. അതായത് സ്ഥൂല ഭാഗമുണ്ട്, ഒരു മധ്യമ ഭാഗമുണ്ട്, ഒരു സൂക്ഷ്മ ഭാവമുണ്ട്. അപ്പൊ ഈ സ്ഥൂല ഭാഗമാണ് തസ്യോ സ്തവിഷ്ട തത് പുരീഷഃ, മലാദി ഭാവങ്ങൾ, മലമൂത്ര സ്വേദങ്ങളായിട്ട്, വേർപ്പും മൂത്രവും മലവുമായിട്ടൊക്കെ പരിണമിക്കുന്നതിന്റെ സ്ഥൂല ഭാഗമാണ്. പിന്നെ മധ്യമമായ ഒരു അംശമുണ്ട്. ആ മധ്യമമായ അംശമാണ് പരിണാമത്തിന് ശേഷം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കാണ്, പരിണാമം. പരിണാമത്തിന് ശേഷം ശരീരത്തിന്റെ ധാതുക്കളായി, അതായത് അസ്ഥിയും മജ്ജയും മാംസവും രക്തവും ഒക്കെയായി മാറിത്തീരുന്നത് ഈ മധ്യമ ഭാഗമാണ്. ഇതിന്റെ ഒരു സൂക്ഷ്മാംശമുണ്ട്. ഇതിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന പാകപരിണാമാനന്തരം ഉരുത്തിരിഞ്ഞു വരുന്ന ഒരു സൂക്ഷ്മാംശമുണ്ട്. ആ സൂക്ഷ്മാംശം ഭക്ഷണം കഴിക്കുന്നവന്റെ മനസ്സിനെ രൂപീകരിക്കുന്നു, മനസ്സായി മാറുന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഈ ഭക്ഷണം എന്ന് പറയുമ്പോൾ ഭക്ഷണം എന്നുള്ള വാക്കിനേക്കാളും കുറെ കൂടെ കൃത്യമായി എൻ്റെ അടുത്ത് പറഞ്ഞത് ആഹാരം എന്നുള്ളതാണ്. അപ്പൊ അതുകൂടെ ഒന്ന് വിശദീകരിക്കണം എന്ന് വിചാരിക്കുന്നു. ആഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, സാധാരണ ആഹാരം എന്നുള്ള വാക്കുണ്ട്, അതൊരു സാമാന്യ അർത്ഥത്തിൽ നമ്മളെ മനസ്സിലാക്കുന്ന വായിൽ കൂടെ നാവിന്റെ സഹായത്തോടു കൂടി വായിലേക്ക് ഇറക്കുന്ന ഭക്ഷണ സംഗതികളെയാണ് ആഹാരം എന്ന് പറയുന്നത്. എന്നാൽ ആഹാരത്തിന് വ്യാപകമായ അർത്ഥം കൂടിയുണ്ട്. അത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 5 ഇന്ദ്രിയങ്ങൾ വഴി ഒരു ജീവനുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചോളം ചുറ്റുപാടുകളുമായി സംവദിക്കുവാനും അതിൽ നിന്ന് സംഗതികളെ സ്വീകരിക്കുവാനും ഉള്ള 5 മാർഗങ്ങൾ, 5 പ്രവേശദ്വാരങ്ങളാണുള്ളത്. അതാണ് 5 ഇന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത്. ഈ 5 ഇന്ദ്രിയങ്ങൾ വഴി അകത്തേക്ക് എടുക്കുന്നത് എന്തിനേയും ആഹാരം എന്നാണ് പറയുന്നത് എന്ന് വ്യവഹരിക്കാറുണ്ട്. അതിൽ പ്രധാനമായി നമ്മൾ ശ്രദ്ധയോടുകൂടി കഴിക്കുന്നത് ഭക്ഷണമായതുകൊണ്ട് ആഹാരം എന്ന് പറയുമ്പോൾ സാമാന്യമായി നമ്മുടെ മനസ്സിലേക്ക് വരുന്ന വിചാരം ഉള്ളിലേക്ക് എടുക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളെ പറ്റി മാത്രമാണ്. എന്നാൽ നമ്മൾ കേൾക്കുന്ന ശബ്ദവും, നമ്മൾ മണക്കുന്ന ഗന്ധവും, നമ്മൾ തൊട്ട് അനുഭവിക്കുന്ന സ്പർശവും, കേൾക്കുന്ന ശബ്ദവും, കാണുന്ന രൂപവും ഒക്കെയും നമ്മുടെ ഉള്ളിൽ ചില പ്രതികരണങ്ങളെ അനുകൂലവും പ്രതികൂലവുമായ, ആ കാഴ്ചയുടെയും സ്പർശത്തിന്റെയും ഗന്ധത്തിന്റെയും ഒക്കെ സ്വഭാവം അനുസരിച്ച് പലതരത്തിലുള്ള പ്രതികരണങ്ങളെ ശരീരത്തിൽ ജനിപ്പിക്കുന്നുണ്ട്. ഇതാണ് ശരിക്കും ജീവന്റെ ഒരു തെളിവ്. കാര്യം, ചുറ്റുപാടുമായി നിരന്തരം സംവദിക്കുവാനും ആ സംവാദത്തിന്റെ ഫലമായി
ചില സംഗതികളെ വളരെ കൃത്യമായി തിരഞ്ഞെടുത്ത് അകത്തേക്ക് എടുക്കുവാനും അകത്തേക്ക് വേണ്ടതിനെ അകത്തേക്ക് എടുക്കുകയും പുറന്തള്ളേണ്ടതിനെ കൃത്യമായി പുറന്തള്ളുകയും ചെയ്യുന്ന ഒരു ക്ഷമതയുള്ള ഒരു സംവിധാനമാണ്, ഒരു സിസ്റ്റം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതാണല്ലോ ജീവിതം, ജീവൻ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള വളരെ അതിൽ തന്നെ ഏറ്റവും വികാസത്തെ പ്രാപിച്ചിട്ടുള്ള ഒരു ശരീരവിശേഷമാണ്, ഒരു സംവിധാനമാണല്ലോ മനുഷ്യ ശരീരം. അപ്പൊ മനുഷ്യ ശരീരത്തിന്റെ നിലനിൽപ്പിന് ഏറ്റവും പ്രധാനപ്പെട്ട വേണ്ട 5 സംഗതികളും ഈ 5 ഇന്ദ്രിയങ്ങൾ കൂടി അകത്തേക്ക് വരുന്ന വിഷയങ്ങളാണ്. അത് കേൾവി, കാഴ്ച, ഗന്ധം, സ്പർശം, രസനം. രസനം വെച്ചാൽ രസനേന്ദ്രിയ, നാവ് കൊണ്ട് തൊട്ടറിഞ്ഞ് അകത്തേക്ക് എത്തുന്ന സംഗതികളെയാണ് സാധാരണയായി നമ്മൾ ആഹാരം എന്ന് പറയുന്നത്. അതിനെപ്പറ്റി പറഞ്ഞു തുടങ്ങുമ്പോൾ ആയുർവേദത്തിനല്ല, മനുഷ്യനെ കൈകാര്യം ചെയ്യുന്ന ഏതൊരു സംവിധാനത്തെ സംബന്ധിച്ചോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി എന്ന് പറഞ്ഞാൽ ആഹാരം തന്നെയാണ്. കാര്യം ഈ ആഹാരത്തിന്റെ സ്വഭാവം അനുസരിച്ചിരിക്കും അത് കഴിക്കുന്നവന്റെ ആരോഗ്യവും രോഗവും. അതുകൊണ്ട് തന്നെ ആയുർവേദത്തിൽ ഇതിനെപ്പറ്റി വളരെ പ്രധാനമായി പറയുന്ന ഒരു പ്രമാണമുണ്ട്. അത് പറഞ്ഞു കഴിയുമ്പോൾ ഇതിന്റെ പ്രാധാന്യം അതൊക്കെ കുറച്ചുകൂടെ വ്യക്തമാണെന്ന് തോന്നുന്നു. ആഹാര സംഭവം വസ്തു രോഗശ്ച ആഹാര സംഭവ. ആഹാര സംഭവം വസ്തു, ഇവിടെ വസ്തു എന്ന് പറയുന്ന ശരീരമെന്നും മനുഷ്യ ശരീരം തന്നെയാണ്. അല്ലെ, മനുഷ്യ ഏതൊരു ജീവവർഗമാണോ ആഹാരത്തെ കഴിക്കുന്നത്, ആ കഴിക്കപ്പെടുന്ന ഭക്ഷണത്തിന്റെ സ്വഭാവം അത് കഴിക്കുന്ന ശരീരത്തിലും പ്രകടമാവുന്ന ആഹാര സംഭവം വസ്തു. രോഗശ്ചാഹാര സംഭവം, രോഗാശ്ചാഹാര സംഭവം. ഈ രോഗങ്ങളും അത് തന്നെയാണ് ആഹാരത്തിന്റെ ഫലമായിട്ടുള്ള. ഇപ്പം ആധുനിക വൈദ്യമൊക്കെ ഇപ്പൊ വളരെ പ്രചാരത്തിൽ മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു നിലപാടാണ് ഈ ജീവിത ശൈലികളും ആഹാരവും ഒക്കെ. അപ്പൊ മുൻകാലങ്ങളിൽ അണുജന്യ രോഗസംക്രമണത്തെ പറ്റി മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ എല്ലാ രോഗത്തിനും നിദാനം കാരണമായി പറഞ്ഞിരുന്നത് അണുക്കളെയും മറ്റു സൂക്ഷ്മജീവികളെയും മറ്റുമായിരുന്നു. അപ്പം ചുറ്റുപാടിനോ പരിസരത്തിനോ ആഹാരത്തിനോ ഒക്കെ വലിയ പ്രാധാന്യമുണ്ട്. അത് പഥ്യം പറയൽ, അതുകൊണ്ടാണല്ലോ ഈ പഥ്യം പറയൽ എന്ന് പറഞ്ഞൊരു സംഗതി തന്നെ ഉള്ളത്. പഥ്യം എന്ന് പറഞ്ഞാൽ ആരോഗ്യമാവുന്ന വഴിക്ക് ഇണങ്ങുന്നത് എന്താണോ അതിനെയൊക്കെ പഥ്യങ്ങളെന്ന് പറയും. പഥ്യം വെച്ചാൽ ചില ആഹാരമോ ചില ആഹാരവിശേഷങ്ങളോ ചില ചിട്ടകളോ മാത്രമല്ല, നല്ല ആരോഗ്യത്തിന് ശുഭോദർക്കമായ ആരോഗ്യത്തെ നിലനിർത്തുവാൻ വേണ്ടിയിട്ടുള്ള ആഹാരമാവട്ടെ വിഹാരമാവട്ടെ വിചാരം, മൂന്ന് സംഗതികളാണ്. ആഹാരമുണ്ട്, വിഹാരമുണ്ട്, വിചാരമുണ്ട്. വായിൽ കൂടെ അകത്തേക്ക് എടുക്കുന്നതൊക്കെ ആഹാരം സാമാന്യർത്ഥം. നേരത്തെ പറഞ്ഞ ഇതിൽ നിന്ന് നമ്മൾ കുറച്ചുകൂടെ കൃത്യമായി രസനേന്ദ്രിയവുമായും നാവുമായും ഓറൽ റൂട്ടിനെ പറ്റി മാത്രം ചുരുങ്ങുകയാണ്. മറ്റു പറഞ്ഞ 5 കാര്യങ്ങൾ വിശേഷമായി പ്രത്യേകിച്ച് പറയേണ്ടതുള്ളത് തന്നെയാണ്. എങ്കിലും ഈ ഒരു സന്ദർഭത്തിലേക്ക് ഈ ആഹാരത്തിൽ മാത്രം ചുരുക്കേണ്ടതുകൊണ്ട് ഈ ആഹാരം രസനേന്ദ്രിയവുമായി സമ്പർക്കത്തിൽ ഏർപ്പെട്ടുകൊണ്ട് അകത്ത് വരികയും ദഹനഭജന വ്യവസ്ഥിതിയിൽ കൂടെ പചിക്കപ്പെട്ട് ആകിരണം ചെയ്യപ്പെട്ട് ശരീരത്തിന്റെ ഭാഗമായി മാറ്റപ്പെടുന്ന ഒരു സംവിധാനത്തെ പറ്റി മാത്രം നമുക്ക് ഇന്ന് ആലോചിക്കാമെന്ന് വിചാരിക്കും. കാര്യം അതിൽ പറയുന്ന ഒരു സംഗതിയുണ്ട്. ഈ ആഹാരം എന്ന് പറയുന്നതിന് അല്ലെങ്കിൽ ആഹാര പചന പ്രക്രിയയുടെ കുറെ കൂടെ ആലങ്കാരികമായി പറയുകയാണെങ്കിൽ ഈ ജീവനകല എന്നൊക്കെ പറയുന്നത് പോലെ ഒരു ഭോജനകല, ദി ആർട്ട് ഓഫ് ഈറ്റിംഗ്, അത് നഷ്ടപ്പെട്ടു പോയ ഒരു സമൂഹമാണ് നമ്മുടെ ഇന്നത്തെ മനുഷ്യ സമൂഹം എന്ന് നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം. കാര്യം ആഹാരം കഴിക്കേണ്ട ഒരു രീതിയുണ്ട്, ആഹാരത്തിന് ഒരു അച്ചടക്കമുണ്ട്. ആഹാരം കഴിക്കേണ്ടതിന്റെ അച്ചടക്കം നഷ്ടപ്പെട്ടു പോയതിന്റെ ദുരിതങ്ങളാണ് നമ്മൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്നും കാണാവുന്നതാണ്. ഒരു കാലത്ത് നമ്മളെ ഏറ്റവും വേട്ടയാടിയിരുന്നത് ആഹാരത്തിന്റെ ലഭ്യത കുറവായിരുന്നു. പട്ടിണി മരണവും പോഷകാഹാരക്കുറവ് മൂലമുള്ള രോഗങ്ങളെ നേരിട്ട ഒരു കാലമുണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ കുറെ മുന്നോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ ഏറ്റവും ഗുരുതരമായി നേരിടുന്ന പ്രശ്നം അമിത ഭോജനത്തിന്റെയും അതിഭോജനത്തിന്റെയും ഒക്കെ ഫലമായി ഉണ്ടാവുന്ന രോഗങ്ങളെ പറ്റിയിട്ടാണ്. അപ്പൊ അങ്ങനെ വരുമ്പം 2-3 കാര്യങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പൊ ഇപ്പം ഒന്ന്, എത്ര അളവിൽ കഴിക്കണം, എപ്പോൾ കഴിക്കണം, എങ്ങനെ കഴിക്കണം, ഇതെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ എവിടെ എത്തി? ഈ ഭോജന കലയിലേക്ക് എത്തി. കാര്യം ഭക്ഷണം കഴിക്കുന്ന വളരെ ആസ്വദിച്ചും വളരെ പ്രസന്നമായ മനസ്സോടും കൂടി കഴിക്കണം എന്നാണ് പറയുന്നത്. നമ്മൾ ഏറ്റവും സമ്പന്നമായ ഏറ്റവും പോഷകസമൃദ്ധമായ ആഹാരം പോലും മനസ്സംഘർഷത്തോടു കൂടി കഴിക്കുകയാണെങ്കിൽ അത് ശരീരത്തിന്റെ ഭാഗമാവുകയോ ശരീരത്തിൽ ആ നിർദ്ദിഷ്ട പോഷണത്തെ നടപ്പിലാക്കുകയോ ചെയ്യുകയില്ല എന്നുള്ളതാണ് നമ്മുടെ അനുഭവം. ഇത് തന്നെയാണ് ശാസ്ത്രത്തിലും പറയുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രമാണം ഒന്ന് വേണമെങ്കിൽ സൂചിപ്പിക്കാമെന്ന് തോന്നുന്നു. കാര്യം അങ്ങനെ സുഭാഷിതം കൂടെ പറയണമല്ലോ. മാത്രയാച അഭ്യവഹൃതം പഥ്യം ച അന്നം ന ജീര്യതി ചിന്താശോക ഭയക്രോധ ദുഃഖശയ്യാ പ്രജാഗരൈ. അത് വിശദീകരിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവും തോന്നുന്നു. അതായത് മാത്രയാച
വ്യവഹൃതം. അഭ്യവഹരണം ചോദിച്ചാൽ അകത്തേക്ക് കഴിക്കപ്പെട്ടിട്ടുള്ള. അഭ്യവഹരണം ചെയ്യാന്നുള്ള അഭ്യവഹരണം ചോദിച്ചാൽ അകത്തേക്ക് കഴിക്കുക, അല്ലെ ഭക്ഷിക്കപ്പെട്ടിട്ടുള്ള ആഹാരം. കൃത്യമായ മാത്ര, ഈ മാത്ര എന്ന് പറയുന്ന ഒരു സാങ്കേതിക പദമാണ്. മാത്ര എന്ന് വെച്ചാൽ നിർദ്ദിഷ്ടമായ അളവ്. ഒരുവന് എത്ര കഴിക്കാം എന്ന് അവനവൻ തന്നെ അനുഭവം കൊണ്ട് തിരിച്ചറിയേണ്ടതും. അത് എല്ലാ പേർക്കും ഒരേ അളവാണോ എന്നുള്ളത് അടുത്തൊരു ചോദ്യമാണ്. എല്ലാ പേർക്കും ഒരേ അളവിലാണോ ആഹാരം കഴിക്കേണ്ടത്? അല്ല. അവനവന്റെ ശരീര ദഹനശക്തി അനുവദിക്കുന്ന തോതിൽ, അവനവന്റെ ആവശ്യത്തിന്റെ തോതിൽ, അവനവന്റെ തൊഴിലിന്റെ ആവശ്യത്തിന്റെ തോതിൽ. അപ്പൊ ഇത് വളരെ വളരെ വസ്തുനിഷ്ഠമായിട്ടുള്ള, വസ്തുനിഷ്ഠമല്ല, ക്ഷമിക്കണം, ആത്മനിഷ്ഠമായിട്ടുള്ള ഒരു അളവാണ്. എല്ലാവർക്കും സാമാന്യമൊക്കെ പറയാം, ഇത്ര അളവിൽ ഇന്നത് വേണം എന്നൊക്കെ സാമാന്യമായി പറഞ്ഞാൽ പോലും ഓരോ വ്യക്തിനിഷ്ഠമായിട്ടുള്ള സവിശേഷതകൾക്കാണ് ഇവിടെ ഒരു രോഗിയെ, ഒരു സവിശേഷ വ്യക്തിയെ പരിഗണിക്കുമ്പോൾ പ്രാധാന്യം അർഹിക്കുന്നു. അപ്പൊ എനിക്ക് പര്യാപ്തമായ മാത്ര അളവിലുള്ള ഭക്ഷണമാവില്ല, മറ്റൊരാൾക്ക് വേണ്ടി വരും. അപ്പൊ അതെങ്ങനെ നിർണ്ണയിക്കും എന്ന് ചോദിച്ചാൽ അതിന് ഈ പറയുന്ന രണ്ട് കാര്യങ്ങളെ ആശ്രയിച്ചാണ് അളവ് തിട്ടപ്പെടുത്തേണ്ടത്. ഒന്ന്, കഴിക്കുന്ന ആഹാരത്തിന്റെ പൊതുവായ സ്വഭാവം. അപ്പം ഈ കഴിക്കുന്ന അളവിനെയാണ് മാത്ര എന്ന് പറയുന്നത്. ആ മാത്രയെ നിർണ്ണയിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട ഘടകങ്ങൾ. സാമാന്യമായി നമ്മൾ ചിന്തിക്കുക ഈ കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളുടെ ഗുണവിശേഷങ്ങളെ പറ്റി തന്നെയാണ്. പക്ഷെ ആയുർവേദം മുന്നോട്ട് വയ്ക്കുന്ന അത് മാത്രമല്ല. കഴിക്കുന്ന ആഹാരത്തോടൊപ്പം ഈ കഴിക്കപ്പെടുന്ന ആഹാരത്തെ ഉപചയാപചയങ്ങളിലൂടെ ശരീരത്തിന്റെ ഭാഗമാക്കി മാറ്റാൻ തയ്യാറായി നിൽക്കുന്ന ശരീരത്തിന്റെ ക്ഷമത ഏറ്റവും പ്രധാനമാണ്. ചെറിയൊരു ഉദാഹരണം പറയാം. പാല് വളരെ സമീകൃതമായ ഒരു ആഹാരത്തിന് ഉദാഹരണമായി നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ തൊട്ട് പഠിച്ചു വരിക, ആ ജീവിതാനുഭവത്തിലും ബോധ്യപ്പെട്ടുള്ള ഒരു സംഗതിയാണ്. പക്ഷേ ഒരേ പാല് ഒരേ അളവിൽ എല്ലാ പേരിലും ഒരേ പ്രതികരണങ്ങളെ അല്ല ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പാലിനോട് അലർജിയുള്ള ആൾക്കാരെ നമ്മൾ കാണുന്നുണ്ട്. പാല് കൊടുത്താൽ പുഷ്ടി വരുന്ന ആൾക്കാരുണ്ട്. പാല് കൊടുത്താൽ വയറയഞ്ഞു പോകുന്ന രീതിയിലുള്ള ആൾക്കാരുണ്ട്. അപ്പൊ നമുക്ക് ഒരേ പാല് തന്നെ, ഒരേ പശുവിന്റെ ഒരേ അളവിൽ ഒരേ രീതിയിൽ തയ്യാറാക്കപ്പെട്ട പാല് തന്നെ പല ആൾക്കാരിൽ പലതരത്തിലുള്ള പ്രതികരണങ്ങളെ ജനിപ്പിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ അനുഭവം. അപ്പൊ ഈ പാല് എല്ലാ പേർക്കും ഒരേപോലെ കൊടുക്കേണ്ടതുണ്ടോ, അല്ലെ കൊടുക്കേണ്ടതുള്ളവരിൽ അത് ഏതളവിൽ കൊടുക്കണം എന്നുള്ളതാണ് ഈ തിട്ടപ്പെടുത്തലിനെയാണ് മാത്രാ നിശ്ചയം എന്നുള്ളത് പറയുന്നത്. മാത്രാ നിശ്ചയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ കഴിക്കപ്പെടുന്ന അല്ലെ ഭക്ഷിക്കപ്പെടുന്ന പദാർത്ഥത്തിന്റെ ആഹാരത്തിന്റെ സ്വഭാവം തന്നെയാണ്. ചില ഭക്ഷണങ്ങൾ വളരെ എളുപ്പത്തിൽ ദഹിച്ച് മാറുന്നവയുണ്ട്. ചിലത് ദഹിക്കുവാൻ വളരെയേറെ സമയമെടുക്കുക അല്ലെങ്കിൽ ദഹന ശക്തിയെ വല്ലാതെ കഷ്ടപ്പെടുത്തുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ. അപ്പൊ ഇതനുസരിച്ച് അങ്ങനെയുള്ള ദഹിക്കാൻ വളരെ ക്ലേശം ഉള്ള ഭക്ഷണ പദാർത്ഥങ്ങളെ ഗുരുപദാർത്ഥങ്ങൾ, ഗുരുദ്രവ്യങ്ങൾ, ഗുരു ആഹാരങ്ങൾ എന്നും, വളരെ എളുപ്പത്തിൽ ദഹിച്ച് ശരീരത്തിൽ ആഗിരണം ചെയ്ത് ശരീരത്തിൽ സ്വാംശീകരിക്കപ്പെടുന്ന ഭക്ഷണ പദാർത്ഥങ്ങളെ ലഘു ആഹാരങ്ങൾ എന്നും സാമാന്യമായി പറയാറുണ്ട്. അത് സ്വാഭാവികമായി പ്രകൃതിയാ തന്നെ ഉള്ളവയുണ്ട്. ഇനി അതല്ല, ഈ പ്രകൃതിയാ തന്നെയുള്ള വസ്തുക്കളെ നമുക്ക് ചില സംസ്കരണ പ്രവർത്തികൾ, സംസ്കരണ പ്രക്രിയകൾ വഴി അവയുടെ സ്വഭാവത്തിൽ ചില മാറ്റങ്ങളൊക്കെ വരുത്തും. അതിന് ഉദാഹരണം നമുക്ക് അരി കുത്തിയിട്ട് അത് അവലാക്കുന്നു, അത് മലരാക്കും. രണ്ട് രീതിയിലുള്ള സംസ്കരണ പ്രക്രിയകൾക്ക് വിധേയമായി കഴിയുമ്പോൾ ഒരേ നെല്ല് തന്നെ കുത്തിക്കഴിഞ്ഞാൽ അത് മൂപ്പിച്ചു കഴിഞ്ഞാൽ മലരായി മാറുന്നു. അത് കുത്തി ഇടിച്ചു കഴിഞ്ഞാൽ അത് അവലായി മാറുന്നു. ഈ ഒരേ അരി തന്നെ അവലായി മാറുമ്പോൾ അത് ദഹിക്കുവാൻ മലരായി മാറുമ്പോൾ ദഹിക്കുവാൻ എളുപ്പമുള്ളതായി തീരുന്നു. എന്നാൽ അവലായി മാറുമ്പോഴോ അത് ദഹിക്കുവാൻ കുറച്ച് ക്ലേശകരമായിട്ടുള്ളതായും തീരുന്നു. ഒരേ സംഗതി. അപ്പൊ ഇതിനെയാണ് സംസ്കാരം, അതിന് കരണം എന്ന് സംസ്കൃതത്തിൽ പറയും. അപ്പം കഴിക്കപ്പെടേണ്ട ആഹാരത്തിന്റെ സ്വഭാവമാണ് ആദ്യത്തെ അളവുകോല്. അതിനനുസരിച്ച് ആഹാരദ്രവ്യങ്ങളെ സാധാരണയായി രണ്ടായി തിരിക്കാറുണ്ട്: ഗുരു ആഹാരമെന്നും ലഘു ആഹാരമെന്നും. അപ്പൊ സാമാന്യ നിയമമാണ് ഈ പറയുന്നത്. സാമാന്യ നിയമം പറഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞിട്ട് വ്യക്തിനിഷ്ഠമായ നിയമം എങ്ങനെ നിർണ്ണയിക്കണം എന്നുള്ളതിനെ കൂടെ പറഞ്ഞ് തീർക്കാൻ തോന്നും. അപ്പൊ സാമാന്യമായി ഗുരു ആഹാരങ്ങൾ നമ്മൾക്ക് കഴിക്കാൻ പറ്റുന്നതിന്റെ പരമാവധി അളവിന്റെ പകുതി എന്ന നിലയിൽ കഴിക്കണം എന്ന്. ഗുരുണാം അർത്ഥ സൗഹിത്യം. സൗഹിത്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മതിയാകൽ അല്ലെങ്കിൽ സറ്റൈറ്റി എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥയാണ്. അതായത് മതിയായി, ഇനി വേണ്ട, ഇത്രയും മതി എന്ന് തോന്നുന്ന അവസ്ഥയ്ക്കാണ് സൗഹിത്യം എന്ന് പറയുന്നത്. അർത്ഥ സൗഹിത്യം, എത്ര കഴിച്ചാലാണോ നമുക്ക് മതിയായി എന്ന് വരിക, അതിന് പകുതിയാണ് ദഹിക്കുവാൻ പാടുള്ള ഭക്ഷണങ്ങൾ കഴിക്കേണ്ടത് എന്നുള്ളതാണ് ഒരു സാമാന്യ നിർദ്ദേശം. ഇനി ലഘുവായിട്ടുള്ളതോ, കുറച്ചധികം കഴിച്ചാൽ മാത്രമേ ദഹനമായി
ദഹിച്ചു എന്ന് തോന്നുന്ന രീതിയിലുള്ള ചില ഭക്ഷണങ്ങളുണ്ട്. അതിനെയാണ് ലഘു ആഹാരങ്ങൾ. അതെത്ര കഴിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ തൃപ്തിയാവുന്നവരെ വരെ കഴിക്കാം, തൃപ്തി എത്തുന്നതിന് മുന്നേ വരെ കഴിക്കാം. അപ്പൊ ഗുരുണാം അർത്ഥസൗഹിത്യം ലഘൂനാം ന അതിതൃപ്തത, തൃപ്തിയായി മതിയായി എന്ന് പറയുന്നതിന് തൊട്ട് മുന്നേ നിർത്തിക്കോളണം. ഇതൊരു സാമാന്യ നിയമമാണ് കേട്ടോ. അപ്പൊ ഇതെന്തിനെ മാത്രം ആശ്രയിച്ചിട്ടുള്ളതാണ്? ഈ കഴിക്കുന്ന ആഹാരത്തിന്റെ പൊതു സ്വഭാവത്തെ മാത്രം ആശ്രയിച്ചിട്ടുള്ള ഒരു പരിഗണനയാണ്. അതായത് ദഹിക്കുവാൻ പാടുള്ള ഭക്ഷണങ്ങൾ സാമാന്യന് എത്ര കഴിക്കാമോ അതിന്റെ പകുതി എന്ന അളവിൽ കഴിക്കണം. കുറച്ച് ലഘു അതെ, വളരെ സാവധാനത്തിൽ മാത്രം ദഹിക്കുകയും അല്ലെങ്കിൽ വളരെ സമയമെടുത്ത് ദഹിക്കുകയോ ചെയ്യുന്ന ആഹാരങ്ങളൊക്കെ എത്ര കഴിക്കാമോ അതിന്റെ പകുതി എന്ന അളവിൽ മാത്രം കഴിക്കുകയും, അല്ല ദഹനത്തിനെ വലിയ വെല്ലുവിളിക്കാത്ത രീതിയിൽ വളരെ എളുപ്പത്തിൽ ദഹിക്കുന്ന ആഹാരമാണെങ്കിൽ കുറച്ചൊക്കെ അയഞ്ഞ മട്ടിൽ കുറച്ച് സ്വാതന്ത്ര്യത്തോടു കൂടി കുറച്ച് അധികം വേണമെങ്കിലും കഴിക്കാം. ഇതാണ് ഒരു സാമാന്യ നിയമം. പക്ഷെ ഇതിനേക്കാൾ ഒക്കെ പ്രധാനം എന്ന് പറഞ്ഞാൽ ഈ കഴിക്കുന്ന ആഹാരത്തെ ദഹിപ്പിക്കുവാനുള്ള കൃത്യമായ അളവിൽ സ്വീകരിച്ച് കൃത്യമായ രീതിയിൽ ശരീരത്തിൽ പാകഭജന പ്രക്രിയകൾക്കൊക്കെ വിധേയമാക്കി ശരീരത്തിൽ ആഗിരണം ചെയ്യുവാനും ചെയ്യേണ്ടതിനെ കൊള്ളുവാനും തള്ളേണ്ടതിനെ തള്ളുവാനുമുള്ള കൃത്യമായ ക്ഷമത ശരീരത്തിനുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഈ ഒരു ക്ഷമതയെ ആയുർവേദം സാമാന്യമായി പരാമർശിക്കുന്ന അഗ്നി എന്ന വിശേഷത്തിലാണ്. അഗ്നിബലം, ജഠരാഗ്നിബലം എന്നൊക്കെ പറയും. ജഠരം വെച്ചാല് വയറ് അല്ലെങ്കിൽ ഉദരം, ആമാശയം എന്നൊക്കെ അർത്ഥം വരാം. അപ്പൊ ആമാശയത്തിൽ ഇരിക്കുന്ന ദഹന പ്രക്രിയ സഹായിക്കുന്ന അഗ്നിവിശേഷം, ഒരു പരിണാമ പ്രക്രിയയെ നടപ്പിലാക്കുന്ന ആവിഷ്കരിക്കുന്ന ഒരു ശക്തി വിശേഷത്തിനെ ആയുർവേദത്തിൽ അഗ്നി എന്നാണ് പറയുന്നത്. അപ്പം ജഠരാഗ്നിയുടെ ശക്തിയാണ് മറ്റൊരു സംഗതി. അപ്പൊ ആഹാരം കഴിക്കാൻ പോകുന്ന ആളുടെ ദഹനശക്തിയുടെ വിശേഷത്തെയും കഴിക്കപ്പെടുന്ന ആഹാരത്തിന്റെ സ്വഭാവ വിശേഷത്തെയും പരിഗണിച്ചിട്ട് വേണം എത്ര അളവിൽ കഴിക്കണം എന്ന് തീരുമാനിക്കേണ്ടത്. അപ്പൊ കൊഴുപ്പേറിയ ഒരു പാലട പ്രഥമൻ ഒരാൾക്ക് സാമാന്യന് 2 ഗ്ലാസ് കഴിച്ചാൽ മതിയാകുമെങ്കിൽ അയാളെ സംബന്ധിച്ച് 2 തവണയോ 3 തവണയോ കഴിച്ച അനുഭവത്തിൽ നിന്ന് 2 ഗ്ലാസ് കഴിയുമ്പോൾ എനിക്ക് മതിയാവും, എനിക്ക് തൃപ്തിയാവും എന്നുള്ള നില, അതിന്റെ അപ്പുറത്തേക്ക് പറ്റില്ല എന്നുള്ള നില വന്നു കഴിഞ്ഞാൽ 3ാമത്തെ തവണ കഴിക്കുമ്പോൾ കഴിയുന്നതും സ്വാസ്ഥ്യ സംരക്ഷണം, ആരോഗ്യം നിലനിൽക്കണമെങ്കിൽ കഴിയുന്നതും 1 ഗ്ലാസ് കഴിച്ചുകൊണ്ട് ഒഴിവാക്കേണ്ടതാണ്. അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ രോഗത്തിന്റെ ചക്രത്തിലേക്ക് നമ്മൾ പയ്യെ ചുവടുവെക്കുന്നതായി മനസ്സിലാക്കാം. അതായത് അതിയോഗം അല്ലെങ്കിൽ അധ്യശനം അല്ലെങ്കിൽ അതിഭോജനം എന്നുള്ള നിലയിലേക്ക്, അതായത് ആവശ്യത്തിൽ അധികമായിട്ടുള്ള ഭക്ഷണം കഴിക്കുന്ന നിലയിലേക്ക് അത് മാറുന്നതിനുള്ള ഏറ്റവും നല്ലൊരു സൂചനയാണ്. അപ്പം ദഹിക്കുവാൻ പാടുള്ള ഭക്ഷണങ്ങൾ കഴിയുന്നതും എത്ര കഴിക്കാൻ പറ്റുന്നു അതിന്റെ പകുതിയിൽ നിർത്തുക അല്ലെങ്കിൽ ഒതുക്കുകയായിരിക്കും ഉചിതം എന്ന് മനസ്സിലാക്കാം. എന്നാലോ കുറച്ചുകൂടെ എളുപ്പത്തിൽ ദഹിക്കുന്ന ഭക്ഷണമാണെങ്കിൽ നമുക്ക് നമ്മുടെ അനുഭവത്തിൽ തന്നെ അറിയാം. അപ്പൊ കഞ്ഞി സ്വതവേ എളുപ്പത്തിൽ ദഹിക്കുന്ന ഒരു സംഗതിയായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പനിയൊക്കെ വരുമ്പോഴും അല്ല ദഹനത്തിനൊക്കെ വൈഷമ്യം വരുമ്പോൾ സാധാരണയായി നമ്മൾ പോഷണ നിലവാരം നിലനിർത്തുന്നതിന് വേണ്ടി എളുപ്പത്തിൽ സമീപിക്കുന്ന ഒരു സംവിധാനം കഞ്ഞിയോ മറ്റാണ്. അപ്പൊ കഞ്ഞി കഴിക്കുമ്പോൾ കുറച്ച് അധികം കഴിക്കാൻ പാടില്ല. ഏതും അധികവും വേണ്ട, കുറവും വേണ്ട, വേണ്ടത് വേണ്ടത്ര വേണം എന്ന് പറയുന്നതാണ് ആയുർവേദം. ആയുർവേദത്തിന്റെ നിലപാടും അത് തന്നെയാണ്. ഹിതവും മിതവുമായിരിക്കണം. ഹിതമായിരിക്കണം, മിതമായിരിക്കണം. മിതത്വം പാലിക്കണം, ഹിതവുമായിരിക്കണം. ഹോൾസമായിരിക്കണം, അപ്രോപ്രിയേറ്റ് ആയിരിക്കണം. അധികമാവരുത്, കുറവുമാവരുത്. എത്രയാണോ വേണ്ടത് വേണ്ടത്ര ആയിരിക്കണം. അത് ഭക്ഷണത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, എല്ലാ കാര്യത്തിലും. അതായത് 5 ഇന്ദ്രിയങ്ങൾ വഴിയാണല്ലോ നമ്മൾ അകത്തേക്ക് എടുക്കുന്നതെന്ന് പറഞ്ഞു. 5 ഇന്ദ്രിയങ്ങൾ വഴിയും അകത്തേക്ക് എടുക്കുന്ന സംഗതികൾ എല്ലാം കൃത്യമായിരിക്കണം. അതിന് പറയുന്ന വേണ്ടത് വേണ്ടത്ര ആയിരിക്കുന്നതിന് പറയുന്ന ഒരു സാങ്കേതിക പദമാണ് സമ്യക് യോഗം. യോഗം വെച്ചാൽ ചേർച്ച എന്നാ പറയുന്നത്. ശരീരത്തിൽ നിന്ന് പുറത്തുനിന്ന് വരുന്ന സംഗതികൾ ശരീരമായുള്ള ചേർച്ച, അതിനെ യോഗം എന്നാ പറയും. യോഗം സമത്വം യോഗ ഉച്ചതേ എന്ന് പറയുന്നുണ്ട്. ഇത് ഭഗവത്ഗീതയിൽ പറയുന്ന ഒരു സംഗതിയാട്ടോ. സമത്വം എല്ലാം യോഗം എന്ന് പറഞ്ഞാൽ ചേരുംപടി ഒത്തിരിക്കൽ ആണ് യോഗം. പിന്നെ യോഗശാസ്ത്രം പറയുമ്പോൾ യുനക്തി ഇത് യോഗ, യോജിപ്പിക്കുന്നത്, ചേർക്കുന്നത്. അതിന് ശരീരത്തിന്റെ ഭിന്നമായ ഒരു വസ്തുവിന്റെ ശരീരത്തിനോട് ചേർക്കുന്ന പ്രക്രിയയാണ് യോഗം. അപ്പൊ സമ്യക് യോഗം വേണ്ടത് വേണ്ട പോലെ ഇരിക്കും. ഒപ്റ്റിമൽ ഇന്ററാക്ഷൻ അതിനെയാണ് സമ്യക് യോഗം എന്ന് പറയുന്നത്. ഇതല്ലാത്തത് എല്ലാത്തിനെയും അസമ്യക് യോഗം എന്നാണ് പറയുന്നത്. അസമ്യക് വേണ്ടവണ്ണം അല്ലാത്തത്, അതിനെ നമ്മൾക്ക് നാടൻ ഭാഷയിൽ തോന്നിയാസം എന്നാ പറയുന്നത്. അത് അധികമാവാം, കുറവാവാം, പാടില്ലാത്ത രീതിയിലും ഭക്ഷണം കഴിക്കാൻ. അപ്പം അങ്ങനെ വരുമ്പോൾ ഒരു ആലോചന മുന്നിലേക്ക് വരുന്നത്, ഭക്ഷണം കഴിക്കുന്നതിന് എന്തെങ്കിലും പ്രത്യേക ചിട്ടകളോ നിയമങ്ങളോ ഉണ്ടോ? അതിനെയാണ് ഭോജന വിധി എന്ന് പറയുന്നത്. എങ്ങനെ ഭക്ഷണം കഴിക്കണം? അപ്പൊ നമ്മൾ അതിലേക്ക് വരാം. അപ്പൊ നമ്മൾ പറഞ്ഞു തുടങ്ങിയത്
ആഹാരം എന്ന വസ്തു ആരോഗ്യത്തിനും കാരണമാവുന്നു. അത് തന്നെ അപ്പൊ കൃത്യമായ രീതിയിലാണ് കഴിക്കുന്നതെങ്കിൽ അത് ആരോഗ്യത്തെ നിലനിർത്തുന്നു. അത് പിഴച്ച രീതിയിലാണ് ഇതിന്റെ ഉപയോഗമെങ്കിൽ അത് അനാരോഗ്യത്തിനോ അഥവാ രോഗത്തിനോ കാരണമാകുന്നു. അപ്പം അതിനെ പ്രാരംഭമായി സാമാന്യേന തിരിച്ചറിയാനുള്ള, അതിന് ഏറ്റവും അടിസ്ഥാനപരമായ ഇതിന്റെ ഒരു അളവുകോലുകൾ പ്രധാനം കഴിക്കുന്ന ഭക്ഷണത്തിന്റെ സ്വഭാവമാണ്. ഏത് സ്വഭാവത്തിലുള്ള ആഹാര പദാർത്ഥമാണ് നമ്മൾ അകത്തേക്ക് എടുക്കുന്നത് അല്ലെ ഭക്ഷിക്കുന്നത് എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. അത് മാത്രമല്ല, ഈ കഴിക്കപ്പെടുന്ന ഭക്ഷണത്തിന്റെ സ്വഭാവത്തിനെ കൃത്യമായി വ്യക്തമാക്കണമെങ്കിൽ അല്ലെ അത് പ്രകടമാവണമെങ്കിൽ അത് ശരീരത്തിൽ നേരാവണ്ണം ആഗിരണം ചെയ്യപ്പെടുകയും പചിക്കപ്പെടുകയും ആഗിരണം ചെയ്യപ്പെടുകയും ശരീരത്തിന്റെ ഭാഗമാക്കുകയും ചെയ്യപ്പെടേണ്ടത്. അത് നടപ്പിലാക്കുന്നത് ഈ ഭക്ഷണമല്ല, ഈ ഭക്ഷണത്തെ ദഹിപ്പിക്കുന്ന ആ ശരീരത്തിന്റെ ഒരു ശക്തിവിശേഷമാണ്. ആ ശക്തിവിശേഷത്തെ ആയുർവേദം അഗ്നി എന്ന് പറയുന്നത്. അപ്പൊ ജഠരാഗ്നി, ജഠരത്തിലിരിക്കുന്ന അഗ്നി, ഉദരത്തിലിരിക്കുന്ന അഗ്നി, ഔദര്യാഗ്നി എന്നൊക്കെ സംസ്കൃതത്തിൽ പറയാറുണ്ട്. ഔദര്യം, ഉദരത്തിലിരിക്കുന്നത്. അപ്പൊ ഉദരത്തിലിരിക്കുന്ന ദഹനവിശേഷമാണ് ഈ ഭക്ഷിക്കപ്പെടുന്ന ആഹാരത്തെ വേണ്ടവണ്ണം സമ്യക്കായി സമഗ്രമായി പരിണമിപ്പിച്ച് ശരീരത്തിന്റെ ഭാഗമാക്കി തീർക്കുന്നു. അപ്പൊ അപ്പം ശരീരത്തിൽ നിന്ന് ഭിന്നമായ ഒരു വസ്തു ശരീരത്തിന്റെ സ്വന്തമായി മാറുന്ന പ്രക്രിയയാണല്ലോ ഈ പചന പ്രക്രിയ അല്ലെങ്കിൽ പരിണാമ പ്രക്രിയ അല്ലെ. ഉപചയ അപചയം രണ്ടും കൂടെ ചേർന്നിട്ടാണ് കേട്ടോ. അപ്പം ഈ മെറ്റബോളിസം എന്നെല്ലാം പറയുമ്പോഴത്തേക്ക് അതിനകത്ത് പറയുന്ന ഒരു കാറ്റബോളിസവും ഉണ്ട്, അനബോളിസവും ഉണ്ട്. ഉപചയം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ശരീരത്തിന്റെ പുഷ്ടിയെ നടപ്പിലാക്കുന്ന പ്രക്രിയ. പിന്നെയോ ശരീരത്തിൽ ചില പുഷ്ടി മാത്രം പോരല്ലോ, ചില കാര്യങ്ങൾ ചിട്ടപ്പെടുത്തലും ആവശ്യമില്ലാത്തതിനെ തള്ളലും വേണം. അപ്പൊ അപചയ പ്രക്രിയ നടക്കുന്നു, ഉപചയ പ്രക്രിയ നടക്കുന്നു. ഉപചയവും അപചയവും കൂടെ സമന്വയിപ്പിച്ചുള്ള ആ ഒരു പരിണാമ പ്രക്രിയയെ കൃത്യമായ ശരീരത്തിൽ ആവിഷ്കരിക്കുന്നത് ഈ ജഠരാഗ്നിയുടെ ശക്തിവിശേഷമാണ്. അപ്പൊ ജഠരാഗ്നി നല്ലവണ്ണം അതുകൊണ്ട് സാമാന്യമായി ജഠരാഗ്നി എന്നും പറയില്ല, അഗ്നിദീപ്തി ഉണ്ടായി, അഗ്നിദീപ്തമായിരിക്കണം. അപ്പൊ ജഠരാഗ്നിയുടെ ദീപ്തി വളരെ പ്രധാനം. അപ്പം ദഹനശക്തി നല്ലവണ്ണം ഉള്ളപ്പോൾ വേണം ഏറ്റവും പോഷക സമൃദ്ധമായ ഭക്ഷണവും അല്ലാത്തതും കഴിക്കേണ്ടത്. കാര്യം പോഷക സമൃദ്ധി എന്ന് പറയുന്നത് അത് ദഹിച്ച് ശരീരത്തിൽ ആഗിരണം ചെയ്യാൻ കൂടുതൽ സമയമെടുക്കുകയും അല്ലെങ്കിൽ ജഠരാഗ്നിയെ വല്ലാതെ വെല്ലുവിളിക്കുകയും ചെയ്യുന്നവയായിരിക്കും. എന്നാൽ ലഘുവായ ആഹാരം എന്ന് പറഞ്ഞത് ജഠരാഗ്നിയെ വല്ലാതെ വെല്ലുവിളിക്കാത്തവയാണ്, വളരെ എളുപ്പത്തിൽ തന്നെ പാകമായി ശരീരത്തിന്റെ ഭാഗമാവുകയും ചെയ്യുന്നവയാണ്. അപ്പം രണ്ട് സംഗതികളാണ് ഇതിൽ ഏറ്റവും പ്രധാനം. ഒന്ന്, ഭക്ഷണത്തെ സ്വീകരിക്കുന്ന ശരീരത്തിന്റെ ആ ഒരു ദഹനക്ഷമത. പിന്നെയോ ഈ ദഹിപ്പിക്കുവാനായി സ്വീകരിക്കപ്പെടുന്ന ഭക്ഷണത്തിന്റെ സ്വഭാവ വിശേഷം. ഇത് രണ്ടും പ്രധാനമാണ്. ഇത് മാത്രമല്ല കാരണം ഇപ്പൊ സ്വഭാവേന ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ നേന്ത്രപ്പഴം ഒരാഹാരമാണ്. സാധാരണ ചെറുപഴവും നേന്ത്രപ്പഴവും നോക്കിക്കഴിഞ്ഞാൽ ചെറുപഴം ദഹിക്കുവാൻ ഇച്ചിരി പാടുള്ളതായിട്ട് കാണുന്നുണ്ട്. നേന്ത്രപ്പഴം ദഹിക്കുവാൻ ഇച്ചിരി പാടുള്ളതായി നമുക്ക് കാണാവുന്നതാണ്. എന്നാൽ ചെറുപഴമാവട്ടെ താരതമ്യേന എളുപ്പത്തിൽ ദഹിക്കുന്നതാണ്. പക്ഷെ എന്നാൽ നേന്ത്രപ്പഴം തന്നെ കഴിക്കണമെന്ന് നിശ്ചയിച്ചിട്ടുള്ള ഒരാളെ സംബന്ധിച്ചോളം എന്നാൽ ദഹനശക്തി അത്ര പോരായെങ്കിലും എന്ത് ചെയ്യാം, അതിനെ പാകപ്പെടുത്തിയിട്ടോ പുഴുങ്ങിയിട്ടോ, പുഴുങ്ങൽ തന്നെ രണ്ട് രീതിയിലാണ്, ചുട്ടെടുക്കുക, വെള്ളത്തിൽ പുഴുങ്ങുക. ഈ പുഴുങ്ങൽ പ്രക്രിയ മാറുന്നതനുസരിച്ച് തന്നെ ഇതിന്റെ സ്വഭാവത്തിൽ വ്യത്യാസം വരും. ഈ രണ്ടും കൂടെ നോക്കിയാൽ ചുട്ടെടുക്കുന്ന കുറെ കൂടെ എളുപ്പത്തിൽ ദഹിക്കുന്നതാണെന്നും വെള്ളത്തിൽ പുഴുങ്ങിയെടുക്കുന്നത്, ആവിയിൽ പുഴുങ്ങുന്നത് അതിനേക്കാൾ കുറച്ചുകൂടെ ഗുരുത്വമേറിയിട്ടാണെന്നും വെള്ളത്തിൽ ഇട്ട് പുഴുങ്ങുന്നുണ്ട്. രണ്ട് മൂന്ന് തരത്തിൽ നമുക്കിതിനെ പാകപ്പെടുത്തി എടുക്കാൻ പറ്റും. ഒന്ന്, വെള്ളത്തിൽ ഇട്ടിട്ട് തിളച്ച വെള്ളത്തിൽ തന്നെ നേന്ത്രപ്പഴം ഇട്ട് പുഴുങ്ങുന്ന സമ്പ്രദായമുണ്ട്. അതായത് ഇഡലി കുട്ടകത്തിൽ തട്ടില്ലാത്ത സ്ഥലങ്ങളിലൊക്കെ സാധാരണ വെള്ളവും പഴവും കൂടെ ചേർത്ത് പുഴുങ്ങിയെടുക്കാറുണ്ട്. അതപ്പോൾ എന്ത് സംഭവിക്കുന്ന വെച്ചാൽ അത് വെള്ളത്തിന്റെ അംശം കൂടുതലുണ്ടാവും, അത് ദഹിക്കാൻ കുറച്ച് പാടായിരിക്കും. എന്നാൽ തട്ട് വെച്ചിട്ട് തട്ടിന് മേലെ പഴം വെക്കുക, അടിയിൽ വെള്ളം തിളപ്പിച്ച് അതുകൊണ്ട് പാകപ്പെടുന്ന ഒരു സമ്പ്രദായമാണ്. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ വെള്ളത്തിലിട്ട് പുഴുങ്ങുന്നതിനേക്കാൾ കുറെ കൂടെ ലഘുവും ആയിരിക്കും. എന്നാൽ നേരിട്ട് കനലിൽ ചുട്ടി, ഇനിയിപ്പോൾ അതിനുള്ള സാഹചര്യം വളരെ ചുരുക്കമാണ്. വീടുകളിലൊന്നും അടുപ്പും ഒന്നുമില്ല, എല്ലാം ഇൻഡക്ഷൻ കുക്കറും പ്രഷർ കുക്കറും ഒക്കെയാണ്, അല്ലെങ്കിൽ ഗ്യാസ് കുക്കറും. അവിടെ ഈ പറഞ്ഞിട്ട് കനലിൽ ചുടല് വലിയ പ്രായോഗികമാണോ എന്നറിയില്ല, എന്നാൽ പറ്റുന്നിടത്തൊക്കെ ആകാം. അപ്പൊ അത് ഈ നോക്കിക്കഴിഞ്ഞാൽ ഒരേ സംഗതി തന്നെ മൂന്ന് തരത്തിലുള്ള ഈ സംസ്കരണ പ്രക്രിയയ്ക്ക് വിധേയമാകുമ്പോൾ മൂന്ന് തരത്തിലുള്ള സ്വഭാവത്തിലേക്ക് മാറുന്നു എന്നും കാണുന്നു. അപ്പൊ ഇതിനെയാണ് ദ്രവ്യത്തിന്റെ സ്വഭാവം, കഴിക്കുന്ന ആഹാരത്തിന്റെ പൊതുവായ സ്വഭാവം, ഭക്ഷിക്കപ്പെടുന്ന ആഹാരത്തെ ദഹിപ്പിക്കാനുള്ള ശരീരത്തിന്റെ ക്ഷമത രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തത് എങ്ങനെ പാകപ്പെടുത്തി, എങ്ങനെ പരിഷ്കരിച്ച്, എങ്ങനെ സംസ്കരിച്ചാണോ ഈ ആഹാരം കഴിക്കപ്പെടുന്നത് എന്നുള്ളത്.
ഈ പാകമൊന്നുമില്ലാതെ പ്രകൃത്യാ തന്നെ ലഭ്യമാകുന്ന രീതിയിൽ പഴവർഗ്ഗങ്ങളൊക്കെ കഴിക്കാവുന്നതാണ്. പക്ഷെ അതിനെയൊക്കെ തന്നെ കുറെ കൂടെ പാകപ്പെടുത്തി സംസ്കരിച്ച് കഴിഞ്ഞാൽ അതിന്റെ ഈ പറഞ്ഞ ലാഘവവും ഗുരുത്വവും ഒക്കെ ഏറ്റുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം. അത് അവസ്ഥയനുസരിച്ച് രോഗിയുടെയും സ്വസ്ഥൻ വെച്ചാൽ ആരോഗ്യാവസ്ഥയിൽ തുടരുന്നവന്റെയും ദഹനശക്തിയുടെ സ്വഭാവം അനുസരിച്ച് അതിന് ഇണങ്ങുന്ന രീതിയിൽ പരിണാമം സംസ്കരിച്ചുകൊണ്ട് അതിനെ പാകപ്രക്രിയക്ക് വിധേയമാക്കിക്കൊണ്ട് അതിൽ ചില മാറ്റങ്ങളൊക്കെ വരുത്തും. അപ്പം സ്വഭാവം, പ്രകൃതി, കരണം. സ്വഭാവം കരണം എന്ന് വെച്ചാൽ സംസ്കരിക്കൽ. അപ്പൊ ഏത് രീതി, ഇപ്പം ചോറ് തന്നെ നമ്മൾ കഴിക്കുന്ന ആഹാരം തന്നെ, ഈ ചോറ് തന്നെ എടുത്തു നോക്കി കഴിഞ്ഞാൽ ചോറ് വേവിച്ച് ചൂടോടെ കഴിക്കുന്നത്, ആവി പറക്കുന്ന രീതിയിൽ ചൂടോട് കഴിക്കുന്നത്, അതേ ചോറ് തന്നെ ഉച്ചയ്ക്ക് പാകമായ ചോറ് വൈകുന്നേരം ആകുമ്പോൾ തണുത്തതിന് ശേഷം കഴിക്കുന്നത്, ഇത് കഞ്ഞിയുടെ രൂപത്തിൽ കഴിക്കുന്നത്, മൂന്ന് തരത്തിലുള്ള വെല്ലുവിളിയാണ് ദഹന ശക്തിക്ക് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ജഠരാഗ്നിക്ക് കൊടുക്കുന്നത്. കഞ്ഞിയായി കൊടുക്കുമ്പോൾ കുറെ കൂടെ എളുപ്പത്തിൽ ദഹനശക്തിയെ വല്ലാതെ വെല്ലുവിളിക്കുന്നില്ല. എന്നാൽ ആവി പറക്കുന്ന ചൂട് ചോറാവട്ടെ കഞ്ഞിയേക്കാൾ ദഹിക്കാൻ കുറച്ചുകൂടെ ബുദ്ധിമുട്ടാണ്, എന്നാലും താരതമ്യേന സുഖേന ദഹിക്കുന്നത്. എന്നാൽ ഇത് ഉച്ചയ്ക്ക് വെച്ച് പാകമായ ചൂട് ചോറ് വൈകുന്നേരം തണുത്ത് കഴിയുമ്പോഴാവട്ടെ അത് കുറെ കൂടെ ദഹിക്കുവാൻ ബുദ്ധിമുട്ടുള്ളതായി തീരുന്നു. അപ്പൊ ഒരേ സംഗതി തന്നെ അപ്പം ഈ കാലം എന്നൊരു സംഗതി, സമയം, ഏത് സമയത്താണോ അതെ ഏത് അവസ്ഥയിലാണോ ഈ പാകം ചെയ്യപ്പെട്ട ഭക്ഷണം നമ്മൾ സ്വീകരിക്കുന്നത് അല്ലെ സേവിക്കുന്നത് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പം സ്വഭാവം, കഴിക്കപ്പെടുന്ന ഭക്ഷണത്തിന്റെ സ്വഭാവം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അത് കഴിഞ്ഞ് അടുത്തത് ഈ ഭക്ഷണത്തെ പചിപ്പിക്കുവാനുള്ള ശരീരത്തിന്റെ ആ ക്ഷമത, അതിനെ സാമാന്യമായി അഗ്നി എന്ന് പറയാം. അഗ്നിയുടെ ദീപ്താവസ്ഥ അല്ലെങ്കിൽ അഗ്നിയുടെ ബലം പ്രധാനം. നല്ല അഗ്നിബലം ഉണ്ടെങ്കിൽ എന്തും ദഹിക്കും. അത് കുട്ടികളെ പറ്റിയിട്ടൊക്കെ പറയുമ്പോൾ ഇപ്പോഴത്തെ കുട്ടികളല്ല, ഈ ഓടിച്ചാടി നടക്കുന്ന കുട്ടികൾ, ഇപ്പോഴാണെങ്കിൽ എപ്പോഴാണ് ഓടിച്ചാടി വളരെ ആക്റ്റീവായി വളരെ സജീവമായി നടക്കുന്ന കുട്ടികളെ സംബന്ധിച്ചോളം പണ്ട് പറയുന്ന ഒരു ചൊല്ലുണ്ട്, പണ്ടത്തെ നല്ല എപ്പോഴും പ്രധാനമാണ്, ഓടിച്ചാടി നടക്കുന്ന കുട്ടികൾ കല്ല് കഴിച്ചാൽ പോലും ദഹിക്കും, അത്രയ്ക്ക് ശക്തി ഉണ്ട് അത്ര അവരുടെ ദഹന ശക്തിക്കുന്ന കാര്യം. അത്രയ്ക്ക് ഇത് ക്രിയാക്രമങ്ങളിൽ ഓടിച്ചാടി നടന്ന് സക്രിയരായി നിൽക്കുന്നുണ്ട്, ദഹനശക്തി ഏറും എന്നുള്ള ഒരു താല്പര്യമാണ് ആശയം കൊണ്ട് പറയുന്നത്. അപ്പം ഇത് തന്നെയാണ് ഈ പറഞ്ഞ, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി കൂടിയാണ്. കാര്യം ഇന്നത്തെ ലോകത്ത് ജീവിതശൈലി എന്നൊക്കെ പറയുന്ന രീതിയിൽ പല രോഗങ്ങൾ ഏറുന്നതിന് ഒരു പ്രധാന കാരണം അതിസമ്പൂരണം അല്ലെങ്കിൽ അമിതമായ ഭക്ഷണം, അല്ലെ ആവശ്യത്തിൽ അധികം എന്ന രീതിയിലുള്ള ഭക്ഷണം സേവിക്കുന്നു. എന്നാൽ അത് വിനിയോഗിക്കപ്പെടാൻ പറ്റുന്ന രീതിയിലുള്ള ശാരീരികവും മാനസികമായിട്ടുള്ള വ്യായാമത്തിലോ പ്രവർത്തികളിലോ ഏർപ്പെടാതെ വളരെ അനായാസകരമായിട്ടുള്ള ആയാസരഹിതമായിട്ടുള്ള ജീവിത ശൈലിയിൽ നമ്മൾ തുടരുന്നത് പലതരം രോഗങ്ങൾ, അത് മിക്കവാറും ഒക്കെ അതിസമ്പൂരണം വെച്ചാൽ ഓവർ നറിഷ്മെന്റ് മൂലമുള്ള രോഗത്തിനുള്ള ഹേതുവായി തീരുന്നു എന്നുള്ളത്. അപ്പൊ ഇതിനുള്ള പരിഹാരവും അതിൽ തന്നെ ഉണ്ട്. കാര്യം അവനവൻ എത്ര വേണമോ അത്രയും അതെത്ര എന്ന് അവനവൻ തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് നിജപ്പെടുത്തുന്നതിനുള്ള ഒരു മനോബലം അല്ല മനക്കരുത്ത് അവനവൻ വികസിപ്പിക്കുക എന്നുള്ളതാണ്. അത് എല്ലായ്പ്പോഴും ഇതിന്റെ അവനവന്റെ ആരോഗ്യം ഒരു ചികിത്സകന്റെ കയ്യിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംവിധാനത്തിന്റെ കയ്യിലോ കൊടുക്കുന്നതിന് പകരം ഈ രോഗി, അതാണ് ഈ വൈദ്യവൃത്തിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അംശം അതുകൂടിയാണ്. അതായത് രോഗിയെ ബോധ്യപ്പെടുത്തി രോഗിയെ തന്നെ സ്വയം പര്യാപ്തരാക്കേണ്ട ഒരു ചുമതല കൂടി ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ ആയുർവേദത്തിൽ ഒരു ഭാഗത്ത് ഇങ്ങനെ പറയുന്നത്, ആരാണാവോ ഈ രാജാർഹനായ ചികിത്സകൻ, റോയൽ ഫിസിഷ്യൻ എന്നൊക്കെ അന്ന് പറയുന്നത്, ഇന്നിപ്പോ വേണമെങ്കിൽ അക്രഡിറ്റഡ് ആയിട്ടുള്ള ഒരു സുസമ്മതനായ ചികിത്സകൻ എങ്ങനെ ആയിരിക്കും എന്ന് ചോദിക്കുമ്പോൾ പറയുന്നത്, രോഗത്തെ തിരിച്ചറിയുന്നു, രോഗത്തിന്റെ കാരണങ്ങളെ തിരിച്ചറിയുന്നു, രോഗത്തിന് വേണ്ടവണ്ണുള്ള ഉപചാരം ചെയ്ത് രോഗശാന്തിയും വരുത്തുന്നു. അതോടുകൂടിയും തീരുന്നില്ല, ഇനി വന്ന രോഗങ്ങൾ ഇനി വരാതെ ഇരിക്കുവാനുള്ള ഉപായങ്ങളൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി മനസ്സിലാക്കി വിടുന്നവനാണ് യഥാർത്ഥത്തിൽ രാജാർഹനായിട്ടുള്ള ഭിഷക്. ഹേതോ ലിംഗോ പ്രശമനേ രോഗാണാം പുനർഭവേ ജ്ഞാനം ചതുർവിധം യസ്യ രാജർഹോ ഭിഷക്തമഃ. ഹേതവും രോഗങ്ങളുടെ കാരണങ്ങളെ പറ്റിയിട്ടുള്ള നല്ല പരിജ്ഞാനം ഉണ്ടായിരിക്കുന്നവൻ. ഹേതോ ലിംഗേ രോഗങ്ങളുടെ ലക്ഷണങ്ങളെ കണ്ടത് ഏതേത് രോഗം എന്ന് തിരിച്ചറിയാനുള്ള സാമർഥ്യമുള്ള. ഹേതോ ലിംഗേ പ്രശമനേ, പ്രശമനം വെച്ചാൽ രോഗത്തെ ശമിപ്പിക്കുവാനുള്ള സാമർഥ്യം ഉണ്ടായിരിക്കുന്നു. അത് നല്ല കൈപുണ്യം ഉണ്ടാവണം, ശാസ്ത്രബോധം ഉണ്ടാവണം, ശാസ്ത്രീയമായ അറിവുണ്ടാവണം, അത് പ്രയോഗത്തിൽ കൊണ്ടുവരാനുള്ള സാമർഥ്യം ഉണ്ടാവണം. ഹേതോ ലിംഗേ പ്രശമനേ രോഗാണാമ പുനർഭവേ. ഇതൊക്കെ ഈ മൂന്ന് കാര്യങ്ങൾ അറിയാമെങ്കിൽ രോഗത്തെ നമുക്ക് നിയന്ത്രിക്കാം, അല്ലെങ്കിൽ ശമിപ്പിക്കാം, ഇല്ലാതെയാക്കാം. ഇനി വന്നാൽ മാത്രം പോരാ, ശമിപ്പിച്ചാൽ മാത്രം പോരാ, ഇനി വീണ്ടും പുനരാവർത്തനം, ഈ വന്ന രോഗം വീണ്ടും വരാതെ സംരക്ഷിക്കേണ്ടതുണ്ട്. അപ്പൊ ഇതിന് നാലിനും പറ്റുന്നവനാണ്
ഈ രാജർഹനായ രാജാവിനെ ചികിത്സിക്കാനുള്ള അർഹതയുള്ള നേടുന്ന ചികിത്സകൻ എന്ന് പറയും. അപ്പൊ അതിൽ പ്രധാനപ്പെട്ട ഒരു സംഗതി, അപ്പൊ നമ്മൾ കഴിക്കുന്ന, നേരത്തെ നമ്മൾ പറഞ്ഞ വീണ്ടും ഒരു സംഗതിയിലേക്ക് പോവുക, ഏതാണ്? ആഹാര സംഭവം വസ്തു രോഗാശ്ച ആഹാര സംഭവ. ശരീരം ആരോഗ്യമാവട്ടെ ആഹാരത്തിൽ നിന്ന് വരുന്ന ആഹാരത്തിന്റെ ഉൽപ്പന്നമാണ്. രോഗവും ആഹാരത്തിന്റെ ഉൽപ്പന്നമാണ്. അപ്പൊ എങ്ങനെയാണാവോ ഒരേ സംഗതി തന്നെ രണ്ട് വിചിത്ര സ്വഭാവത്തിലെ വിരുദ്ധ സ്വഭാവത്തിലുള്ള സംഗതികളെ ജനിപ്പിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിലെ ഇൻസ്ട്രുമെന്റൽ ആയിട്ടുള്ള കാരണങ്ങളുണ്ട്. ആം, ഇതിനെ നടപ്പിലാക്കുന്ന, ഇത് ആഹാരം എങ്ങനെ ചെയ്താലാണോ ആരോഗ്യമായി മാറുന്നത്, അതാണ് അതിന്റെ ഇൻസ്ട്രുമെന്റൽ കോസ്, അതിന്റെ നിമിത്ത കാരണം എന്നൊക്കെ പറയും. അതേപോലെ തന്നെ ആഹാരം എങ്ങനെ ഉപയോഗിച്ചാലാണ് അത് രോഗമായി മാറുന്നത്, അത് രോഗത്തിന്റെ ഇൻസ്ട്രുമെന്റൽ കോസ് എന്ന് പറയും. അപ്പൊ പ്രോപ്പറായി അതുകൊണ്ട് ഹിതവും മിതവുമായിട്ടുള്ള ആഹാരം ആരോഗ്യത്തിന് കാരണമാകുന്നു. അഹിതവും അമിതവുമായിട്ടുള്ള ആഹാരം എന്തിന് കാരണമായി തീരുന്നു? രോഗത്തിനും കാരണമായി തീരുന്നു. അപ്പം അങ്ങനെയുള്ള ഈ ആഹാരത്തെ പ്രാഥമികമായി തന്നെ അതിന്റെ സ്വഭാവത്തെ തിരിച്ചറിയുന്നു. അതിന്റെ പ്രകൃതി സ്വഭാവത്തിനെയാണ് ആയുർവേദത്തിൽ പ്രകൃതി എന്ന് പറയുന്നത്. അപ്പം ആഹാരത്തിന്റെ പ്രകൃതി അറിയണം, ആഹാരം കഴിക്കുന്നവന്റെ പ്രകൃതി അറിയണം, ആഹാരം കഴിക്കുന്നതിന്റെ ജഠരാഗ്നിയുടെ ശക്തി വിശേഷത്തെ, അതും അതിന്റെ സ്വഭാവമാണ്. അതിനെ രണ്ടിന്റെ പ്രകൃതി കരണം. പിന്നെ കഴിക്കപ്പെടുന്ന ആഹാരം എങ്ങനെ സംസ്കരിക്കപ്പെട്ട് എങ്ങനെ പാകം ചെയ്യപ്പെട്ടിട്ടാണോ കഴിക്കപ്പെടുന്നത് എന്നുള്ളതും ഈ പറയുന്ന ആഹാരത്തിന്റെ ഗുരുലാഘവം ഞാൻ എനിക്ക് തോന്നുന്നു നമ്മളിപ്പോ പറഞ്ഞതിൽ നിന്ന് മനസ്സിലായി. എളുപ്പത്തിൽ ദഹിക്കുന്നത്, കഷ്ടപ്പെട്ട് ദഹിക്കുന്നത്, അല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടി മാത്രം ദഹിച്ച് ശരീരത്തിൽ ആഗിരണം ചെയ്യുന്നത്, അങ്ങനെയാണ് ഗുരുദ്രവ്യം ലഘുദ്രവ്യം എന്ന് പറയുന്നത്. അപ്പം ഗുരുലാഘവങ്ങൾ മാത്രം പോരാ. ഗുരുലാഘവങ്ങൾ നമുക്ക് ക്രമീകരിക്കാൻ എന്തുകൊണ്ട് പറ്റും? ഈ പാകപ്രക്രിയ അല്ലെങ്കിൽ പ്രോസസ്സിംഗ് മെത്തേഡ്സ് കൊണ്ട് നമുക്ക് അതിലെ മാറ്റം വരുത്താം. ഉണക്കി കഴിയുമ്പോൾ ഒരു വസ്തുവിന് വരുന്ന ലാഘവം, അത് വെള്ളത്തിൽ കുതിർത്ത് വേവിച്ച് കഴിയുമ്പോൾ അതിന് വരുന്ന കുറച്ച് ഗുരുത്വം തുടങ്ങിയ സംഗതികൾ. അപ്പൊ അതിനെ കൂടുതൽ തന്നെ ദഹിക്കാൻ പാടേറിയ സംഗതികളുണ്ട്. സംസ്കരിക്കുക, പാകപ്പെടുമ്പോൾ പായസമാകുമ്പോൾ ദഹിക്കാൻ പാടാന്നു. അതേ ചോറ് തന്നെ കഞ്ഞി വെച്ച് കഴിച്ചു കഴിഞ്ഞാൽ എളുപ്പത്തിൽ ദഹിക്കും. അപ്പം ഇതിനെയാണ് സംസ്കരണം അല്ലെങ്കിൽ കരണം എന്ന് പറയുന്നത്. അപ്പൊ പ്രകൃതീകരണം. പിന്നെ ഇത് മാത്രം പോരാ. അപ്പൊ ഭക്ഷണം തീരുമാനിക്കപ്പെട്ടു, ദഹനശക്തിക്ക് ഒത്തിണങ്ങുന്ന രീതിയിൽ ഏത് ഭക്ഷണം കഴിക്കണമെന്ന് തീരുമാനിച്ചു, അത് എങ്ങനെ പാകപ്പെടുത്തി കഴിക്കണമെന്ന് തീരുമാനിച്ചു. അത് മാത്രം പോരാ, ഈ കഴിക്കുന്ന ആഹാരം എന്തിനോട് ചേർത്തൊക്കെ വേണം ഉപയോഗിക്കണം. ഇതിനാണ് സംയോഗം എന്ന് പറയുന്നത്. അപ്പൊ എന്തിനോട് കൂടെയാണ് കഴിക്കേണ്ടത്, എന്തിനോട് കൂടെ കഴിച്ചുകൂടാ. ഈ ഒരു ആലോചനയിലാണ് ഈ വിരുദ്ധം എന്നൊക്കെ പറയുന്ന സംഗതികൾ. പൊരുത്തക്കെട്ട, അതായത് പരസ്പരം പൊരുത്തപ്പെടാത്ത ചില ഭക്ഷണങ്ങൾ ഒരുമിച്ച് കഴിക്കുന്നതിനെയാണ് സാമാന്യേന ആയുർവേദത്തിൽ വിരുദ്ധം എന്ന് പറയുന്നത്. ഭക്ഷണ പദാർത്ഥങ്ങൾ തന്നെ പൊരുത്തക്കേടോടുകൂടി ഒരുമിച്ച് കഴിക്കുന്നതിനെയാണ് വിരുദ്ധം എന്ന് പറയുന്നത്. അത് പ്രശ്നം വേറെ ഒന്നുമല്ല, അത് നേരാവണ്ണം ശരീരത്തിൽ ആഗിരണം ചെയ്യപ്പെടാതിരിക്കുകയും അതിൽ ശരീരത്തിൽ വിഷ സ്വഭാവത്തിലുള്ള പദാർത്ഥങ്ങൾ, ഗുരുതരമായ വിഷമുണ്ടാവുന്ന രീതിയിൽ തത്ക്ഷണം മരണത്തിന് കാരണമാവുന്ന സംഗതികളുണ്ട്. അതാണല്ലോ ഈ ഫുഡ് പോയിസണിങ് ഒക്കെ വന്ന് അന്യഥാ വേറെ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇല്ലാതെ തന്നെ ആരോഗ്യവാനായിരിക്കുന്നവർക്ക് ചില ഭക്ഷണങ്ങൾ കഴിച്ച് ഗുരുതരാവസ്ഥയിലേക്ക് ഉടനടി കടക്കുകയും തൽഫലമായി മരണം നേരിടുന്ന സന്ദർഭമുണ്ട്. ഇത് മാത്രമല്ല, അങ്ങനെയുമുണ്ട്. പിന്നെ മാത്രമല്ല, ചിലതൊക്കെ ഉടനെയൊന്നും പ്രശ്നത്തെ ഉണ്ടാക്കില്ല, വളരെ കാലം ശരീരത്തിനുള്ളിൽ അടിഞ്ഞു കടന്നിട്ട് കാലാന്തരത്തിൽ അനുകൂല സാഹചര്യം വരുമ്പോൾ വന്ന് രോഗമായി മാറുന്ന സന്ദർഭം. അപ്പൊ ഇങ്ങനെയുള്ള പരസ്പരം വിരുദ്ധങ്ങളായിട്ടുള്ള അല്ലെ പരസ്പരം ചേർച്ചയില്ലാത്ത രീതിയിൽ കഴിക്കപ്പെടുന്ന അപ്പം ഈ ഭക്ഷണം കഴിക്കണമെങ്കിൽ അത് കലർത്തി എന്തിനോടൊക്കെ ചേർത്ത് കഴിക്കാം, എന്തൊക്കെ ചേർത്ത് കഴിക്കാൻ പാടില്ല എന്നുള്ള വിവേചനത്തോട് കൂടിയിട്ടുള്ള അതിനെയാണ് സംയോഗം. എന്തിനോട് ചേർത്തിട്ടാണ് കഴിക്കുന്നത് അപ്പം ചേർത്ത് ചേരുമ്പോൾ പൊരുത്തക്കേട് വരാത്തതോ ശരീരത്തിന് അഹിതമാവാതെ ഇരിക്കുന്നോ ചില ഭക്ഷണങ്ങളുണ്ട്. അങ്ങനെയുള്ളതിനെയാണ് ഹിതമായ സംയോഗം എന്ന് പറയുന്നത്. അങ്ങനെ അല്ലാതെ പൊരുത്തമില്ലാത്ത രീതിയിലുള്ള ചേരുവകളോട് ചേർത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് രോഗത്തിന് കാരണമായി തീരും. അപ്പം പ്രകൃതീകരണം, സംയോഗം. ഇനി അടുത്തതാണ് രാശി. എത്ര അളവിൽ കഴിക്കണം? ഈ അളവിനെ പറ്റി പറയുമ്പോഴൊക്കെ പറയുന്ന ഒരു സംഗതിയുണ്ട്. ഇപ്പം സാമാന്യമായിട്ട് ധാരാളം അതിനെപ്പറ്റിയുള്ള ചൊല്ലുകളും നാട്ടറിവുകളും ഒക്കെ ഉണ്ട്. ഇപ്പം അരവയർ അത്താഴം കഴിക്കണം എന്നൊക്കെ പറയാറുണ്ട്. അത്താഴം അത്തിപ്പഴത്തോളം എന്നൊക്കെ പറയുന്നത് രാത്രിക്ക് വൈകുന്നേരം കഴിക്കുന്ന ആഹാരം അളവിൽ കുറഞ്ഞിരിക്കണമെന്ന്. പുലർച്ചെ അല്ലെങ്കിൽ രാവിലെ കഴിക്കുന്ന ആഹാരം അവനവന്റെ ദൈനംദിന
ശാരീരിക ആവശ്യങ്ങളെ പരിഗണിച്ച് കുറച്ച് കൂടുതലായി വേണം കഴിക്കാമെന്ന്. അപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ദഹനശക്തി കൂടെ നോക്കിയിട്ട് വേണം. അപ്പൊ രാവിലെ നല്ല ജോലിയുണ്ട്, അതുകൊണ്ട് ദഹനശക്തി കെട്ട് അടങ്ങിയ ഒരു അവസ്ഥയിൽ വലിയ അളവിൽ കഴിക്കുന്നത് അത്ര ഉചിതമാവുകയില്ല. അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട ദഹനശക്തി നോക്കി അവനവന്റെ തൊഴിൽ നോക്കി രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പറമ്പിൽ നല്ല കഠിനമായ വെയിൽ, കാറ്റും വെയിലും ഒക്കെ കൊണ്ട് കഠിനമായ ജോലിയിൽ ഏർപ്പെടുന്ന ഒരാളെ സംബന്ധിച്ചോളം കുറച്ച് അളവിൽ കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ അത് ദഹിച്ച് ശരീരത്തിൽ ആഗിരണം ചെയ്തുകൊള്ളും എന്നുള്ളത് സ്വാഭാവികമാണ്. എന്നാൽ അതേ അളവ് തന്നെ രാവിലെ പോയി കസേരയിലിരുന്ന് ദേഹം അനങ്ങാതെ ഇരുന്ന് ജോലി ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് അത്രയും വേണ്ടി വരില്ല. കാര്യം അയാളുടെ ദൈനംദിന ചയാപചയ പ്രക്രിയയ്ക്ക് ആവശ്യമായിട്ടുള്ളത് ഊർജം വിനിയോഗിച്ചതിന് ശേഷം ബാക്കി വരുന്നത് ശരീരത്തിൽ സംഭരിക്കാനുള്ള പരിശ്രമം, അത് കൊഴുപ്പായിട്ടായിരിക്കും സംഭരിക്കപ്പെടും. അപ്പൊ അത് ദുർമേധസ്സിനും അമിതവണ്ണത്തിനും ഒക്കെ കാരണമാകും. അപ്പൊ രണ്ടുപേരും അവനവന്റെ തൊഴിൽ ആവശ്യപ്പെടുന്ന തോതിൽ വേണം ഭക്ഷണത്തെ ചിട്ടപ്പെടുന്നത്. അപ്പം കഴിക്കുന്ന ഭക്ഷണത്തിന്റെ സ്വഭാവം അറിഞ്ഞു കഴിക്കണം, അവനവന്റെ ദഹനശക്തി അറിഞ്ഞു കഴിക്കണം, അവനവന്റെ ദൈനംദിന ആവശ്യം എത്ര അളവിൽ വേണമോ അതെങ്ങനെ മനസ്സിലാക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സാമാന്യം നമ്മളുടെ ഒരു രാവിലെ തുടങ്ങി വൈകുന്നേരം ഉറങ്ങുന്നിടം വരെയുള്ള ആ ഒരു ദൈനംദിന ഊർജാവശ്യത്തെ വേണ്ടവണ്ണം വിനിയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ നൽകുന്ന ആഹാരത്തിന്റെ അളവ് എത്രയെന്ന് അവനവൻ തന്നെ നിശ്ചയിക്കാം. അവനവനെ തന്നെ നിരീക്ഷിച്ചാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇതിനൊന്നും ഒരു വിദഗ്ധന്റെ ആവശ്യമില്ല, അവനവൻ തന്നെയാണ് അതിന്റെ വിദഗ്ധൻ. എനിക്ക് കഴിച്ചാൽ എത്ര അപകടകരമായി മാറും, എത്ര ആരോഗ്യത്തിന് കാരണമാവും, എത്ര അളവിൽ കഴിച്ചാൽ എനിക്ക് ആരോഗ്യമായി തുടരാൻ കഴിയും എന്നുള്ളത് അതിപ്പം നമുക്ക് കഴിക്കുന്ന ആഹാരം നിരീക്ഷിച്ചു കഴിഞ്ഞാൽ അവനവനെ നിരീക്ഷിച്ചാൽ അറിയാവുന്നതേ ഉള്ളൂ. കാര്യം അവനവന്റെ ദഹനശക്തി അവനവനെ അറിയാൻ പറ്റും, അവനവന് ഇണങ്ങുന്ന ആഹാരത്തെ അവനവനെ അറിയാൻ പറ്റും. അവനവൻ എത്ര അളവിൽ കഴിച്ചാൽ, രാവിലെ എത്ര ഇഡലി കഴിച്ചാലാണ് ഉച്ചയ്ക്ക് കഴിക്കുന്ന ഭക്ഷണം വരെ എനിക്ക് വേറെ പ്രശ്നങ്ങളില്ലാതെ പോകാൻ പറ്റുക എന്ന് രണ്ട് ദിവസം നിരീക്ഷിച്ചാൽ നമുക്ക് തന്നെ മനസ്സിലാക്കാവുന്നത്. അതേപോലെ തന്നെ ഉച്ചയ്ക്ക് എത്ര ഭക്ഷണം വേണം. പിന്നെ മാത്രമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി, ഈ സ്ഥിരം ഇരുന്ന് ജോലി ചെയ്യുന്ന ആൾക്കാർ ഏറ്റവും പ്രധാനം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ അത് ഭക്ഷണവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ പോലും സാമാന്യം ഈ സന്ദർഭത്തിൽ ഓർമ്മ വരുന്ന ഒരു സംഗതി, അതും ഒരു സദ്വൃത്തത്തിൽ പറഞ്ഞ കായവാക്ചേതസാം ചേഷ്ട പ്രാക് ശ്രമാത് വിനിവർത്തയേൽ. ശാരീരികവും വാചികവും മാനസികമായിട്ടുള്ള പ്രവർത്തികൾ തളർച്ച വരുന്നതിന് മുന്നേ അവസാനിപ്പിച്ചോളണം. അപ്പൊ ഒരു കസേരയിൽ ഇരുന്ന് ഒരു സ്ഥലത്ത് ഇരുന്ന് കഴിഞ്ഞ് നടുവും പുറവും ഒക്കെ കഴച്ചു തുടങ്ങുന്നു, അത് ശരീരം നൽകുന്ന ഒരു സൂചനയാണ്. ശരി, ഇനി ഈ ചേഷ്ടയ്ക്ക് ഒരു മാറ്റം വരുത്തേണ്ടതുണ്ട്. ഈ രീതിയിൽ തുടർന്ന് പോയി കഴിഞ്ഞാൽ ക്ഷീണം വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ഒരു അരമുക്കാൽ മണിക്കൂർ കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ശരീരത്തിന് ഈ കഴയ്ക്കുന്നത് പോലെ തോന്നുന്നു, ഏക്കിംഗ് പെയിൻ അല്ലെങ്കിൽ ഏക്ക് വരുന്നു, അല്ലെങ്കിൽ ഒരു തളർച്ച, അല്ലെങ്കിൽ തളർച്ചയേക്കാൾ ഒരു കഴയ്ക്കുന്ന പോലെ വേദനാവിശേഷങ്ങളൊക്കെ പയ്യെ പ്രകടമായി തുടങ്ങുമ്പോൾ അത് മനസ്സിലാക്കണം, ആ നിലയിൽ നിന്ന് മാറി ഒരു നിലയിലേക്ക് മാറണം. അതായത് ഇരിക്കുന്നതാണെങ്കിൽ ഒരു നിവർന്നു നിൽക്കുകയോ 10 ചുവട് നടക്കുകയോ മറ്റോ ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ നടന്ന ഒരാളാണെങ്കിൽ 2 മിനിറ്റ് ഇരിക്കുക. ഇനി ഇതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വെള്ളമോ എന്തെങ്കിലും ഒന്ന് കുടിക്കുക. അപ്പൊ ഏതൊരു രീതിയിലാണ്, ഏതൊരു ശാരീരിക അവസ്ഥയിലാണോ നമ്മൾ തുടർന്നിരുന്നത്, ആ നിലനിരുന്ന ശാരീരിക അവസ്ഥയിൽ നിന്ന് ഒരു മാറ്റം ഉണ്ടാകും. ഇപ്പൊ രാവിലെ 10 മണിക്ക് ഓഫീസിൽ വന്നിരുന്ന് വൈകുന്നേരം 6 മണി വരെയും, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്നവരെ ഒരേ ഇരിപ്പിരിക്കുന്നു. ഇങ്ങനെയുള്ളവര് ക്രമത്തിൽ പലതരം ശാരീരിക രോഗങ്ങൾ ഇരയായി തീരുന്നു എന്നുള്ളത് നമ്മുടെ നിത്യാനുഭവത്തിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള സംഗതി. അപ്പം ഇങ്ങനെ ഒരു സംഗതികളുണ്ട്. അപ്പം ഈ അവനവന്റെ ശാരീരിക ആവശ്യമനുസരിച്ച് വേണം ഭക്ഷണം നിശ്ചയിക്കുവാനായിട്ട്. അപ്പം മാത്രം നിശ്ചയിക്കണം, അളവ് നിശ്ചയിക്കേണ്ടതിന് ഒരു മാനദണ്ഡം അവനവന്റെ ശാരീരിക ആവശ്യമാണ്, അവനവന്റെ തൊഴിലിന്റെ സ്വഭാവമാണ്, മാത്രമല്ല അവനവൻ നിൽക്കുന്ന സാഹചര്യമാണ്, കാലാവസ്ഥയുടെ സാഹചര്യമാണ്. വേനൽക്കാലത്ത് നല്ലവണ്ണം വേർത്ത് ക്ഷീണിക്കുന്ന രീതിയിലുള്ള വളരെ ഹ്യൂമിഡ് ആയിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ, ബാഷ്പത്തിന്റെ അംശം ഏറിയ ഒരു അന്തരീക്ഷമാണെങ്കിൽ അവിടെ വല്ലാതെ വിയർക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ ശരീരത്തിലെ ജലാംശം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അവിടെ കുറച്ച് കൂടുതൽ വെള്ളം കുടിക്കേണ്ടി വരുമായി. എന്നാൽ തണുപ്പ് കാലത്ത് അങ്ങനെ ആവില്ല. തണുപ്പിനെ പ്രതിരോധിക്കാൻ ശരീരത്തിലെ ദഹനശക്തി കുറെ കൂടെ ഉത്തേജിതമായ സമയത്ത് കുറച്ചുകൂടെ കൂടുതൽ കഴിക്കാൻ സാധ്യതയുമുണ്ട്. അപ്പൊ ഇങ്ങനെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് അവനവന്റെ ദൈനംദിന തൊഴിലിന്റെ സ്വഭാവം അനുസരിച്ച് അവനവന്റെ ശാരീരിക ആവശ്യത്തെ പരിഗണിച്ചുകൊണ്ട് അളവിനെ തിട്ടപ്പെടുത്തേണ്ടതുണ്ട്. അത് മാത്രം. അപ്പം സ്വഭാവം, കഴിക്കുന്ന ആഹാരത്തിന്റെ സ്വഭാവത്തെ പറ്റി പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് അത് സംസ്കരിച്ച് ഏതുതരം സംസ്കരണ വിധിക്കനുസരിച്ചിട്ടാണ് ഭക്ഷണത്തെ തയ്യാറാക്കിയിട്ടുള്ളതെന്ന് മനസ്സിലാക്കണം. എന്തിനോടൊക്കെ ചേർത്താണിത് കഴിക്കേണ്ടത് എന്നുള്ളത് ആലോചിക്കേണ്ടത്. അപ്പം പ്രകൃതീകരണം, സംയോഗം, രാശി, അളവിനെ പറ്റി പറഞ്ഞു. രാശി, ദേശം,
ദേശം എന്ന് വെച്ചാൽ ഓരോ ദേശത്തിനിണങ്ങുന്ന ചില ഭക്ഷണ പദാർത്ഥങ്ങളുണ്ട്. ഇപ്പം ലഭ്യതയും ഒരു കാര്യമാണ്. ആ ദേശത്തിന്റെ സാംസ്കാരിക പശ്ചാത്തലം അതിനൊരു കാരണമാണ്. നമ്മുടെ നാട്ടിലുള്ളവർ അധികവും അരിയാഹാരമാണെന്ന് കഴിക്കുന്നത്. കുറച്ചുകൂടെ വടക്കോട്ട് പോയി കഴിഞ്ഞാൽ ഗോതമ്പിന്റെയും ചോളത്തിന്റെയും ഒക്കെ ഉപയോഗം കൂടുതലായി കാണാം. അപ്പൊ അത് ലഭ്യത ഒരു പ്രധാന കാര്യമാണ്. ശീലം, സാംസ്കാരികമായ പശ്ചാത്തലം ഒക്കെ ഒരു കാരണമാണ്. അപ്പൊ ദേശവും കാലവും പിന്നെ കാലാവസ്ഥയ്ക്കനുസരിച്ച് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു, ജീവനുള്ള എല്ലാ വസ്തുക്കളും ചുറ്റുപാടുമായി നിരന്തര സമ്പർക്കത്തിലാണ് എന്നുള്ളതാണല്ലോ വസ്തുത. അതുകൊണ്ടാണ് ഈ ലോകപുരുഷ സാമ്യവാദം എന്നും ഒക്കെ പറയുന്നത്. അതായത് പ്രപഞ്ചത്തിന്റെ ഒരു പതിപ്പ് തന്നെയാണ് എല്ലാ രൂപങ്ങളും. അപ്പൊ പ്രപഞ്ചത്തിൽ വരുന്ന മാറ്റങ്ങൾ എവിടെയും പ്രതിഫലിക്കും, ഈ ജീവശരീരത്തിൽ പ്രതിഫലിക്കും. അപ്പം അന്തരീക്ഷത്തിൽ വരുന്ന മാറ്റം വളരെ പെട്ടെന്ന് മനുഷ്യ ശരീരത്തിലും ജീവശരീരത്തിലും ഒക്കെ പ്രകടമാകും. തണുപ്പേറുമ്പോൾ തണുപ്പിനെ പ്രതിരോധിക്കുന്ന രീതിയിൽ ശരീരം സ്വയം സജ്ജീകരിക്കും. അതിന്റെ ഭാഗമായി ദഹനശക്തിയിൽ തദനുരൂപമായ മാറ്റങ്ങൾ വരുന്നു. അപ്പൊ സ്വതവേ ചൂടേറുമ്പോൾ ശരീരത്തിൽ നമ്മൾ ആധുനിക ശാസ്ത്രം അംഗീകരിച്ചിട്ടുള്ള സംഗതിയാണ്, പുറമേയുള്ള ചൂട് കൂടുമ്പോൾ ശരീരത്തിന്റെ ചയാപചയ പ്രക്രിയ കൃത്യമായ തോതിൽ നിലനിർത്താൻ ആവശ്യമായ താപനില ക്രമീകരിക്കാൻ വേണ്ടി ശരീരം ചയാപചയ പ്രക്രിയകളെ കുറച്ചൊന്ന് കുറയ്ക്കും, മന്ദീഭവിക്കും. കാര്യം പുറമേയുള്ള ചൂട് കൂടുമ്പം അകത്തെ ചൂടും ആ രീതിയിൽ ഏറിക്കഴിഞ്ഞാൽ ശരീരത്തിന്റെ കോശങ്ങളുടെ നാശവും ക്ഷീണവും തളർച്ചയും ഒക്കെ വരാം. അപ്പൊ അത് വരാതിരിക്കാൻ ശരീരം തന്നെ സ്വയം സജ്ജീകരിക്കുന്ന ഒരു പ്രക്രിയയാണ് എന്ത്, പുറമേ ചൂടേറി കഴിഞ്ഞാൽ അകത്തെ ചൂടും ആ നിലയിലേക്ക് ഏറാതെ ആവശ്യമായ രീതിയിലേക്ക് കുറയ്ക്കുവാൻ മറ്റേ ചയാപചയ പ്രക്രിയയുടെ തോതിനെ ഒന്ന് കുറയ്ക്കുന്ന രീതി വരും. എന്നാൽ തണുപ്പ് പുറമെ വരുമ്പോഴോ, അപ്പം പുറമേ തണുപ്പ് വരുന്നതനുസരിച്ച് അകത്തെ തണുപ്പ് മേറി കഴിഞ്ഞാൽ ചയാപചയ പ്രക്രിയ നേരാവണ്ണം നടക്കുകയില്ല. അപ്പൊ ശരീരം എന്ത് ചെയ്യും, ശരീരം ഈ ചയാപചയ പ്രക്രിയയെ കുറെ കൂടെ ഏറ്റാനുള്ള പ്രക്രിയ. അപ്പൊ അതിന്റെ ഫലമായി ദഹനശക്തി കുറച്ചുകൂടെ ഏറുന്നതായി അല്ലെങ്കിൽ ജഠരാഗ്നി അല്ലെങ്കിൽ അഗ്നിദീപ്തി ഏറുന്നതായും മനസ്സിലാവും. അപ്പൊ അതുകൊണ്ട് തന്നെ സാധാരണ തണുപ്പ് കാലത്ത് കുറച്ച് നമ്മുടെ വിശപ്പ് ഏറുന്നതായും കുറച്ച് ഭക്ഷണം കൂടുതലായി കഴിക്കാൻ പറ്റുന്നതായിട്ട്, മാത്രമല്ല കുറച്ച് അധികം കഴിച്ചാൽ പോലും വലിയ ദഹനക്കേണ്ട പ്രശ്നങ്ങൾ വരാതിരിക്കുന്നതായി നമുക്ക് കണ്ടുവരുന്നത്. എന്നാൽ നേരെ തിരിച്ചാവട്ടെ, വേനൽക്കാലം ആയി കഴിയുമ്പോഴത്തേക്ക് ദഹന സംബന്ധമായിട്ടുള്ള രോഗങ്ങളുടെ സാഹചര്യം തണുപ്പിനെ അപേക്ഷിച്ച് കുറച്ച് കൂടുന്നതായി കാണാം. മഴക്കാലത്ത് കുറച്ച് ഏറുന്നുണ്ടെന്നുള്ള വസ്തുതയാണ്. കാര്യം ഈ ജലത്തിന്റെ മലിന സ്വഭാവം കാരണമൊക്കെ പ്രശ്നമാണ്. അല്ലെങ്കിൽ വേനൽക്കാലത്ത് തണുപ്പിനെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ദഹനം കുറച്ച് മന്ദീഭവിച്ചു പോകുന്ന ഒരു സന്ദർഭമുണ്ട്. അപ്പം ദഹനശക്തി നോക്കിയിട്ട് വേണം ആഹാരത്തെ കഴിക്കാൻ. അപ്പൊ നമ്മൾ ഇതുവരെ കേട്ട സംഗതികൾ, കഴിക്കുന്ന ആഹാരത്തിന്റെ സ്വഭാവത്തെ അറിഞ്ഞു കഴിക്കണം. അത് പ്രകൃതി കാരണം അത് എങ്ങനെ സംസ്കരിച്ചാണ് കഴിക്കുന്നത് എന്നുള്ള ആലോചിച്ച് വേണം കഴിക്കേണ്ടത്. കാരണം സംയോഗം എന്തിനോട് ചേർത്ത്, എന്തിനോടൊത്ത്, എന്തിനോട് ഇണങ്ങിയാണ് കൂടെ ചേർക്കുന്ന സംഗതികൾ എങ്ങനെയാണെന്നൊക്കെ ആലോചിച്ചിട്ട് വേണം ഭക്ഷണത്തെ ആലോചിക്കുവാൻ. കാരണം സംയോഗം, രാശി എന്ന് പറഞ്ഞാൽ അളവ്, ഏതളവിൽ വേണം എന്നുള്ളതാണ് തീരുമാനിക്കേണ്ടത്. അപ്പം അത് കഴിഞ്ഞാലോ, ഈ ദേശത്തിന്റെ സ്വഭാവം അനുസരിച്ച് ചൂടുള്ള നാട്ടില് വല്ലാതെ ചൂടുള്ള സാധനങ്ങളെക്കാൾ കുറച്ചുകൂടെ തണുപ്പുള്ള സംഗതികളായിരിക്കും, ശരീരത്തെ തണുപ്പിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഗതികളായിരിക്കും ഭക്ഷണത്തിൽ കൂടുതൽ യോജിപ്പിക്കേണ്ടതായിട്ടുള്ളതെന്ന് നമുക്ക് കാണാൻ കഴിയും. ദേശം, കാലം, പിന്നെ ഈ കാലാവസ്ഥയ്ക്കനുസരിച്ച് വേണം ഭക്ഷണത്തെ ക്രമീകരിക്കുവാനായിട്ട്. മുൻകാലങ്ങളിലൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു തന്നെ. കാര്യം അന്ന് ഇത് അപ്പോഴെനിക്ക് ഓർമ്മ വരുന്ന ഒരു സംഗതി പഴയൊരു നാടൻ ചൊല്ല് തന്നെയാണ്. അത് ചക്കയും മാങ്ങയും മുമ്മാസം, താളും തകരയും മുമ്മാസം, ചേമ്പും ചേനയും മുമ്മാസം, പിന്നെ അങ്ങനെയും ഇങ്ങനെയും മുമ്മാസം. അപ്പൊ ഏകദേശം ഒരു വർഷമായി. അപ്പം ഇത് ഈ പറഞ്ഞ ഈ വൈവിധ്യം ഉണ്ടായിരുന്നു. ഇന്നിപ്പം 365 ദിവസം എല്ലാം കിട്ടുന്നുണ്ടോ ഈ പ്രശ്നം വരുന്നില്ല. എങ്കിൽ പോലും ഈ തദ്ദേശീയമായ സീസണലായി ലഭിക്കുന്ന ഭക്ഷണങ്ങൾക്ക് ഒരു പ്രാമുഖ്യം ഇതിൽ കൊണ്ടുവരേണ്ടതിന്റെ ഒരു ആവശ്യമാണ് കൊണ്ട് പറഞ്ഞത്. അന്നിപ്പോ അതേ പഴയ ചിട്ട കൊണ്ട് പുനഃസ്ഥാപിക്കുന്നതിനെ പറ്റിയിട്ടല്ല, ഈ വൈവിധ്യം ഭക്ഷണത്തിൽ ചേർക്കേണ്ടതിന്റെയും പ്രാദേശികമായിട്ടും കാലികമായിട്ടുള്ള ലഭ്യതയും ഇതിലൊരു വലിയൊരു ഘടകമാണ് എന്നുള്ളത് മാത്രം സൂചിപ്പിക്കാനാണ് ഇത് ഓർമ്മപ്പെടുത്തിയത്. അപ്പം പ്രകൃതീകരണം, രാശി, ദേശം, സംയോഗം, രാശി, ദേശം, കാലം. പിന്നെ രണ്ട് സംഗതികളാണ് ഉപയോക്താവ്, ഉപയോഗ സംസ്ഥ. ഉപയോഗ നിയമങ്ങളുണ്ട്, ഭക്ഷണം കഴിക്കുന്നതിനെ പറ്റിയുള്ള നിയമങ്ങൾ, അതിന് ഉപയോഗ സംസ്ഥ എന്ന് പറയുന്ന സാധനം. പിന്നെ ഉപയോക്താവ് എന്ന് പറയുന്ന സംഗതിയുണ്ട്. ഉപയോക്താവ് ആരാണോ ഉപയോഗിക്കുന്നത്. അപ്പൊ നേരത്തെ പറഞ്ഞു എല്ലാ പേർക്കും എല്ലാ ഭക്ഷണ പദാർത്ഥങ്ങളും ഒരേപോലെ ഇണങ്ങണമെന്നില്ല. അപ്പൊ അത് എങ്ങനെ ഏത് ഇണങ്ങുന്നു എന്നുള്ളത് നിശ്ചയിക്കുന്നതിനുള്ള ആയുർവേദത്തിന്റെ ഒരു അളവ് പോലെയാണ് പ്രകൃതി എന്നാ പറയുന്നത്. ഓരോ മനുഷ്യനും ഓരോ പ്രകൃതിയുണ്ട്. ആ പ്രകൃതിക്കനുസരിച്ച് അയാൾക്ക് ഇണങ്ങുന്ന ചില ഭക്ഷണ വിശേഷങ്ങളുണ്ട്. അതായിരിക്കും അയാൾക്ക് ഏറ്റവും കൂടുതൽ യോജിക്കുക. പ്രകൃതിയെ കൂടെ പരിഗണിച്ചുകൊണ്ട് വേണം ആഹാരം കഴിക്കുവാൻ. പിന്നെ ഈ ഭോജന നിയമം ഉപയോഗ സംസ്ഥ, ഉപയോഗ നിയമങ്ങളാണ്.
സാമാന്യമായിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ സ്നിഗ്ധമായിട്ടുള്ളത്, കുറച്ച് ഒരു ഈർപ്പത്തിന്റെയോ മെഴുക്കിന്റെയോ അംശമുള്ള ഭക്ഷണങ്ങളായിരിക്കും കുറച്ചുകൂടെ നന്നാവുക. സ്നിഗ്ധം വെച്ച് കഴിഞ്ഞാൽ നനവുള്ളത് അല്ലെ മോയ്സ്ചർ കണ്ടന്റ് ഉള്ള ഭക്ഷണങ്ങളായിരിക്കും ദഹിക്കുവാനൊക്കെ എളുപ്പം. അപ്പൊ അതുകൊണ്ടാണ് സ്നിഗ്ധമായിട്ടുള്ള ഭക്ഷണങ്ങളായിരിക്കണം കഴിക്കാൻ. എന്ന് വെച്ചാൽ നെയ്യുള്ളത് കഴിക്കണം എന്നുള്ളത് മാത്രമല്ല, നനവും ഈർപ്പത്തിന്റെ അംശം കുറച്ചേറിയിട്ടുള്ള ഭക്ഷണം. ഇപ്പൊ സ്വതവേ നമ്മൾ ചുറ്റുപാടും നോക്കുമ്പോൾ നമ്മുടെ അനുഭവത്തിൽ നമുക്കറിയാം, വറുത്തതും പൊരിച്ചതും അല്ലെങ്കിൽ വരണ്ടതുമായ ഭക്ഷണങ്ങളൊക്കെ അത്ര പോഷക ഗുണസമ്പന്നമല്ലെന്നും അത്ര വലിയ ആരോഗ്യത്തിന് പരിപാലനത്തിന് അത്ര സഹായിക്കുന്നവയല്ലെന്നും. എന്നാൽ വേണ്ടവണ്ണം വേവിക്കപ്പെട്ട് ഈർപ്പത്തിന്റെ അംശമുള്ള ഭക്ഷണങ്ങൾ അതിനെ സഹായിക്കും. നനവിന്റെ അംശം, മോയ്സ്ചർ കണ്ടന്റ് ഉള്ളതെന്നുള്ളതാണ് സ്നിഗ്ധത, അങ്ക്ച്വസ്നെസ് ഉണ്ടാക്കുന്ന വസ്തുക്കൾ. ചെറിയ തോതിൽ മെഴുക്കുമാവാം. അപ്പൊ അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ സ്വതവേ സ്നിഗ്ധമായവയായിരിക്കണം. സ്നിഗ്ധം. പിന്നെയോ കഴിക്കുന്നത് എളുപ്പമാവണമെങ്കിൽ, ദഹന പ്രക്രിയ സുഗമമാവണമെങ്കിൽ കഴിയുന്നത് ഉഷ്ണമായ ചെറു ചൂടോടെ കഴിക്കുന്ന ഉചിതം. തണുത്തതിന് ശേഷം വല്ലാതെ ചൂടാവുന്നതും അത്ര നന്നാവില്ല. അപ്പം ഒരു നമുക്ക് സഹിക്കാൻ പറ്റുന്ന ഒരു ചൂടോട് കൂടിയിട്ടുള്ള, ആവി പറക്കുന്ന ചൂടെന്നൊക്കെ പറയുമ്പോൾ അതാണ്. അപ്പം അത് ചെറു ചൂടോടെ കഴിക്കുന്ന, അപ്പം സ്നിഗ്ധമശ്നീയാത് ഉഷ്ണമശ്നീയാത് മാത്രാവതശ്നീയാത്. അളവിൽ കഴിക്കുക, അളവിൽ കൂടുതലും ആവരുത്, അളവിൽ കുറവുമാകരുത്. ഇന്നിപ്പം സ്കൂളുകളിലൊക്കെ പഠിക്കുന്ന കുട്ടികളിൽ വളരെയധികം ആൾക്കാരിലും ഈ വിളർച്ചയുടെ സന്ദർഭങ്ങളൊക്കെ ഉണ്ട്. അപ്പം നോക്കിക്കഴിഞ്ഞാൽ ഇവരാരും തന്നെ പോഷണക്കുറവുള്ള ഒരു സന്ദർഭത്തിലോ പശ്ചാത്തലത്തിൽ നിന്നോ വരുന്നവരല്ല. അപ്പോൾ പലപ്പോഴും പല ശീലങ്ങളുടെ ഭാഗമായിട്ടും പല സമ്മർദ്ദങ്ങളുടെ ഭാഗമായിട്ടും കൃത്യമായി ഭക്ഷണം കഴിക്കാതെ അല്ലെങ്കിൽ കാലം തെറ്റിയും സമയം തെറ്റിയും ഒക്കെ കഴിക്കുന്നതും കൂടെ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യം ഒഴിവാക്കേണ്ടത്. അപ്പം ഉഷ്ണമശ്നീയാത് സ്നിഗ്ധമശ്നീയാത് മാത്രാവത് അശ്നീയാത് വീര്യാവിരുദ്ധമശ്നീയാത്. പരസ്പരം പൊരുത്തക്കേടോട് കൂടിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാതെ ഇരിക്കണം. പിന്നെയോ ഉഷ്ണമശ്നീയാത് സ്നിഗ്ധമശ്നീയാത് ജീർണയശ്നീയാത്. മുൻപ് കഴിച്ച ആഹാരം ദഹിച്ചതിന് ശേഷം വേണം അടുത്ത ആഹാരം കഴിക്കുവാനായി. മുമ്പ് കഴിച്ച ആഹാരം ദഹിച്ചതിന് ശേഷം എങ്ങനെ മനസ്സിലാകും മുമ്പ് കഴിച്ച ആഹാരം ദഹിച്ചു എന്ന്? അപ്പൊ നമ്മൾ എന്തെങ്കിലും ടെസ്റ്റ് നടത്തിയിട്ടാണോ കണ്ടെത്തുക? അപ്പൊ അതിനൊക്കെ സാമാന്യമായിട്ടുള്ള അതാണ് ജീർണ ലക്ഷണം എന്നാണ് പറയുന്നത്. അത് എനിക്ക് അതിനെ സൂചിപ്പിക്കുന്ന നല്ലൊരു സുഭാഷിതം ഉണ്ടെന്ന് തോന്നുന്നു. അതായത് ഉദ്ഗാരശുദ്ധിർ ഉത്സാഹ വേഗോത്സർഗോ യഥോചിതം ലഘുത ക്ഷുത്പിപാസാജ ജീർണാഹാരസ്യ ലക്ഷണം. എനിക്കൊന്ന് ഇന്നത്തെ ചർച്ച അല്ലെങ്കിൽ ചർച്ചയിലൂടെ ഫലമായിട്ട് ഇതിനെ പറ്റിയിട്ടൊരു ബോധ്യം വന്നു കഴിഞ്ഞാൽ തന്നെ ഇത് സഫലമായെന്ന് ഞാൻ വിചാരിക്കുന്നു. കാര്യം ജീർണാഹാര ലക്ഷണം തിരിച്ചറിഞ്ഞാൽ തന്നെ നമുക്ക് പകുതി പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ പറ്റും. ജീർണാഹാരം, മുൻപ് കഴിച്ച ആഹാരം ദഹിച്ചോ എന്നെങ്ങനെ തിരിച്ചറിയും? അതിനുള്ള മാർഗദർശനമാണ് ഈ ജീർണാഹാര ലക്ഷണങ്ങൾ. ഉദ്ഗാരശുദ്ധി, കഴിച്ച ഭക്ഷണം ദഹിച്ചു എന്ന് സൂചിപ്പിക്കുന്നത് നമ്മൾ കഴിച്ചതിന് ശേഷം വരുന്ന ഏമ്പക്കത്തിന് ഈ കഴിച്ച ഭക്ഷണത്തിന്റെ ഒന്നും മണം ഉണ്ടാകാതെ ഇരിക്കലാണ്. അപ്പം ബിരിയാണി കഴിച്ചപ്പം ഏമ്പക്കം ഇടുമ്പോൾ ബിരിയാണിയുടെയും കഴിച്ച മത്സ്യത്തിന്റെയും മാംസത്തിന്റെയും അല്ലെങ്കിൽ മസാലയുടെ ഒക്കെ മണമാണ് തികട്ടി പുറത്തേക്ക് വരുന്നതെങ്കിൽ ആ ദഹന പ്രക്രിയ അല്ലെങ്കിൽ അത് പരിപൂർണമായിട്ടില്ല എന്നുള്ളതിനുള്ള സൂചനയായിരിക്കും. എന്നാൽ ഒരു 2-3 മണിക്കൂറൊക്കെ കഴിയുമ്പോഴത്തേക്ക് സാവകാശത്തിൽ ഏമ്പക്കം തികട്ടി വരല് ഈ കഴിച്ച ഭക്ഷണത്തിന്റെ മണമൊന്നും സൂചിപ്പിക്കുന്നില്ലെങ്കിൽ ഏകദേശം പ്രക്രിയകളൊക്കെ കഴിഞ്ഞു തുടങ്ങിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കാവുന്നതാണ്. അപ്പം ഉദ്ഗാരശുദ്ധി ഉത്സാഹ. ഇപ്പൊ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ സാധാരണ ഭക്ഷണം കഴിച്ച ഉടനെ വരുന്ന ഒരു ക്ഷീണമുണ്ട്. അത് നിറവിന്റെ ഒരു ക്ഷീണമാണ്. അതിന് ആയുർവേദത്തിൽ പറയുക അന്നക്ലമം എന്നാണ്. ഭക്ഷണം കഴിച്ച് വിശന്നിരിക്കുമ്പോൾ ഭക്ഷണം കഴിച്ച് അതൊന്ന് നിറഞ്ഞു കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു തളർച്ചയുണ്ട്, അന്നക്ലമം എന്ന് പറയുന്നത്. അപ്പം അത് വരാതെ അത് മാറിയിട്ടുണ്ടാവും. അപ്പം ഉദ്ഗാരശുദ്ധി ഉത്സാഹ വേഗോത്സർഗം. പിന്നെ മാത്രമല്ല ഭക്ഷണം കഴിച്ചു അത് ദഹിച്ചു കഴിഞ്ഞാൽ അതിനുശേഷം വേർതിരിക്കപ്പെട്ട വിസർജ്യങ്ങൾ യഥാസമയം പുറന്തള്ളപ്പെടുന്നുവെങ്കിൽ മുൻപേ പോയ സാധനം ദഹിച്ചു അല്ലെങ്കിൽ ദഹനപ്രക്രിയ നല്ലതാണെന്നൊന്ന് ഉറപ്പാക്കാം. ഉദ്ഗാരശുദ്ധി ഉത്സാഹ വേഗോത്സർഗ. വിശപ്പും ദാഹവും ഒക്കെ സ്വാഭാവികമായി തന്നെ വരുന്നുവെങ്കിൽ അതും നല്ല ദഹനത്തിന്റെ സൂചനയാണ്. അല്ലെ മുൻപ് കഴിച്ച ആഹാരം ദഹിച്ചതിന്റെ ഒരു സൂചനയായിട്ട് തന്നെ ഉദ്ഗാരശുദ്ധി ഉത്സാഹ വേഗോത്സർഗോ യഥോചിതം ലഘുത. പിന്നെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ശരീരത്തിന് ഒരു ഗൗരവമോ ഭാരമോ അല്ല തോന്നുന്നത്, ശരീരത്തിന് ഒരു ലാഘവമോ ഒരു ലൈറ്റ്നെസ് ആണ് ഫീൽ ചെയ്യുന്നത്. ലഘുത ക്ഷുത്പിപാസാജ. ഇനി രാവിലെ കഴിച്ചിട്ട്
രാവിലെ കഴിച്ച ഇഡ്ഡലിയുടെയോ സാമ്പാറിന്റെയോ മണമോ ഒന്നും തികട്ടലിൽ വരുന്നില്ല. ശരീരത്തിന് ജോലിയിൽ ഏർപ്പെടുമ്പോഴത്തേക്ക് ഉറങ്ങാനോ തളർച്ചയോ അല്ല വരുന്നത്. എന്നാൽ ഉണർവോടുകൂടി ചെയ്യാനുള്ള സാഹചര്യമാണ് വരുന്നത്. ഉദ്ഗാര ശുദ്ധിരുത്സാഹ വേഗോത്സർഗ. പിന്നെ മാത്രമല്ല, ഈ മലമൂത്രങ്ങളൊക്കെ യഥാകാലം ഉണ്ടാവുകയും ഇത് തടസ്സങ്ങളൊന്നുമില്ലാതെ പുറത്തേക്ക് പോവുകയും ചെയ്യുന്നുവെങ്കിൽ ഉദ്ഗാരശുദ്ധിരുത്സാഹ വേഗോത്സർഗോ യഥോചിതം യഥാ ഉചിതം വേണ്ടവണ്ണം മലമൂത്ര വിസർജനമൊക്കെ നടക്കുന്നുണ്ട്. പിന്നെയോ അത് മാത്രമല്ല, അടുത്ത വിശപ്പായെന്നുള്ള സൂചന എന്താണ്? വിശപ്പും ദാഹവും ഒരുമിച്ച് വരിക എന്നുള്ള ലഘുത ക്ഷുത് പിപാസാജ. ക്ഷുത്ത് എന്ന് പറഞ്ഞാല് വിശപ്പെന്ന്, പിപാസ വെച്ചാൽ വെള്ളദാഹം. വിശപ്പും ദാഹവും ഒരുമിച്ച് വരലാണ് നല്ല ദഹനത്തിന്റെ സൂചന. അപ്പൊ വിശപ്പ് അധികമായിട്ട് ഒറ്റയ്ക്ക് വിശപ്പ് മാത്രമായിട്ട് വരുന്നത് രോഗാവസ്ഥയുടെ സൂചനയായിട്ടാണ് മനസ്സിലാക്കേണ്ടത്. അമിത വെള്ളദാഹവും രോഗാവസ്ഥയുടെ സൂചനയാണ്. വിശപ്പും ദാഹവും ഒത്തിണങ്ങി വരിക എന്നുള്ളത് മുൻപേ കഴിക്കപ്പെട്ട ആഹാരം നേരാവണ്ണം ദഹിച്ചതിന്റെ ഒരു സൂചനയായിട്ട് കാണാവുന്നതാണ്. ഇത് ശരീരം നൽകുന്ന ഒരു സന്ദേശമാണ്. അതായത് ശരീരത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ള ഖര ഭക്ഷണ പദാർത്ഥങ്ങൾ, ഖരാഹാരങ്ങളൊക്കെ തീർന്നിരിക്കുന്നു. ഇനി മുന്നോട്ട് പോകേണ്ടതുണ്ടെങ്കിൽ എനിക്ക് ഇന്ധനത്തെ നൽകേണ്ടതുണ്ട് എന്നുള്ള ശരീരത്തിന്റെ ആവശ്യപ്പെടലാണ് ഈ വിശപ്പിലും. അതുപോലെ ദ്രവാഹാരങ്ങളൊക്കെ ഈ തീർന്നു കഴിഞ്ഞു, അല്ലെങ്കിൽ അത് വിനിയോഗിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇനി മുന്നോട്ട് പോകണമെങ്കിൽ എനിക്ക് കുറച്ചത് നിറയ്ക്കേണ്ടതുണ്ട് എന്ന് ശരീരം നൽകുന്ന സൂചനയാണ് ഈ വെള്ളദാഹം. വെള്ളദാഹവും വിശപ്പും ഒരുമിച്ച് വരുന്നത് ഈ നല്ല ദഹനത്തിന്റെയും മുൻപേ കഴിച്ചത് ആഹാരം ദഹിച്ചതിന്റെ ഒരു സൂചനയായി കാണാമെന്നത്. അപ്പം ഉദ്ഗാരശുദ്ധിരുത്സാഹ വേഗോത്സർഗോ യഥോചിതം ലഘുത ക്ഷുത്പിപാസാജ ജീർണാഹാരസ്യ ലക്ഷണം. അപ്പം ഇങ്ങനെ മുന്നേ കഴിച്ച ആഹാരം ദഹിച്ചു എന്ന് ഉറപ്പായതിനു ശേഷം വേണം അടുത്ത ആഹാരം കഴിക്കാനായിട്ട്. അതാണ് സ്നിഗ്ധമശ്നീയാത് ഉഷ്ണമശ്നീയാത് മാത്രാവതശ്നീയാത് ജീർണയശ്നീയാത്. ജീർണം വെച്ചാൽ ദഹിച്ചതിന് ശേഷം, ഭക്ഷണം ദഹിച്ചതിന് ശേഷം, മുമ്പേ കഴിച്ച ആഹാരം ദഹിച്ചതിന് ശേഷം വേണം അടുത്ത ഭക്ഷണം കഴിക്കുവാൻ. പിന്നെ വീര്യാവിരുദ്ധമശ്നീയ, നേരത്തെ പറഞ്ഞോളൂ, കഴിക്കുന്ന ആഹാരങ്ങൾ തമ്മിൽ പൊരുത്തക്കേടുകൾ, ചേർച്ചയില്ലായ്മ ഒഴിവാക്കി വേണം ഭക്ഷണം കഴിക്കാൻ. പാലും തൈരും നമ്മൾ ഒരുമിച്ച് കഴിക്കാറില്ല, അല്ലെങ്കിൽ മത്സ്യവും തൈരും ഒരുമിച്ച് കഴിക്കാറില്ല. കാര്യം ഇത് ഗുരുതരമായ മരണത്തെ ഉണ്ടാക്കുന്ന, തൽക്ഷണ മരണത്തെ ഉണ്ടാക്കുന്ന രീതിയിലുള്ള മാരകമായ വിഷമായൊന്നും മാറുന്നില്ല. പക്ഷെ ഇതെല്ലാം ഒരുമിച്ച് കലർത്തി കഴിക്കുന്നതുമൊക്കെ ദഹന വ്യവസ്ഥയെ കഷ്ടപ്പെടുത്തുന്നതാണ്. ഉടൻ തന്നെ അല്ലെങ്കിൽ കാലാന്തരത്തിൽ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾക്ക് അത് ഹേതുവാവുന്നത് കൊണ്ടുമാണ് ഇങ്ങനെയുള്ള സംഗതികൾ ഒഴിവാക്കാൻ പറയുന്നത്. അപ്പം ഉഷ്ണമശ്നീയാത് സ്നിഗ്ധമശ്നീയാത് മാത്രാവതശ്നീയാത് ജീർണേശ്നീയാത് വീര്യാവിരുദ്ധമശ്നീയാത്. പിന്നെയോ ഇനി അടുത്ത ചില കാര്യങ്ങൾ വളരെ രസകരമാണ്. ഇഷ്ടദേശേ ഇഷ്ട സർവോപകരണേ. ഭക്ഷണം കഴിക്കുന്നത്, ഈ ഭക്ഷണമൊക്കെ ദഹനം ശരിയാണ്, ദഹനശക്തി നല്ല ഉജ്ജ്വലമായിട്ട് നിൽക്കുന്നു, ആഹാരം ഏറ്റവും മികച്ച ഗുണമുള്ളതാണ്. പക്ഷെ കഴിക്കാൻ ഇരിക്കുന്ന സ്ഥലവും കഴിക്കാനായിട്ട് വിളമ്പിയ പാത്രങ്ങളും ഒക്കെ നമുക്ക് മനസ്സിനിണങ്ങാത്തതാണെങ്കിൽ ഈ കഴിച്ചത് ദഹന പ്രക്രിയ അത് പ്രതികൂലമായി ബാധിക്കുമെന്നാണ് ആയുർവേദം പറയുന്നത്. അതാണ് ഇഷ്ടേദേശേ ഇഷ്ടമായിട്ടുള്ള, നമുക്ക് അനുകൂലം, നമുക്ക് മനസ്സിനൊരു സമാധാനം, മനസ്സിനൊരു സൗഖ്യം നൽകുന്ന ഒരു പരിസരത്തിലും സന്ദർഭത്തിലും വേണം ഭക്ഷണം കഴിക്കുക. ഇഷ്ടേദേശേ ഇഷ്ട സർവോപകരണേ. ഇനി കഴിക്കാനുള്ള മറ്റ് സംഗതികളും ഇഷ്ടമുള്ള ചില ആൾക്കാരുണ്ട്, അവരുടെ പാത്രത്തിൽ മാത്രമേ അവർ കഴിക്കൂ, വേറെ ആളുടെ പാത്രത്തിൽ കഴിക്കാൻ പറ്റില്ല, അവർ ഇഷ്ടപ്പെടില്ല. അത് മാത്രമല്ല, അത് ഈ ഏറ്റവും സമ്പന്നമായ ഭക്ഷണം, ഏറ്റവും രുചികരമാണെങ്കിൽ പോലും അവരവരുടെ സംഗതിയിൽ കിട്ടിക്കഴിഞ്ഞാൽ മനസ്സിലൊരു തൃപ്തി വരുന്ന കുറെ അധികം ആൾക്കാർ. അപ്പൊ അങ്ങനെ ഇഷ്ടേദേശ ഇഷ്ട സർവോപകരണേ. ഒരു മിനിറ്റ്, നമുക്ക് സാറേ ഒരു സിസ്റ്റം കൂടെ വെച്ചാലോ? ഇത് തന്നെ സാറേ, ഇത് നമുക്ക് ഇപ്പൊ സമയമായെങ്കിൽ നമുക്ക് ഇതിൽ അങ്ങ് ഒതുക്കാം. അതിന്റെ അടുത്ത ദിവസം വേണമെങ്കിൽ അതിന്റെ ബാക്കി പറയാം. ബാക്കി അടുത്ത ദിവസം ആകാം, കാരണം കുറെ വളരെ എക്സ്റ്റൻസീവ് ആയ കാര്യങ്ങൾ ഉണ്ടല്ലോ അതിനകത്ത്. അതെ. തോന്നുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അങ്ങനെയാണെങ്കിൽ ബാക്കി അടുത്ത ദിവസം ആകാം, ഒരു ദിവസം വെക്കാം. ആയിക്കോട്ടെ സാർ. ഓക്കെ. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളാണ്. അപ്പൊ ഇതിൽ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാല്, ഇതൊന്നും പഠിക്കാതെയാണ് ബഹുഭൂരിപക്ഷം പേരും ഇവിടെ ഫിസിഷ്യന്മാരായി, സ്പെഷ്യലിസ്റ്റുകളായി അവതരിക്കും എന്നുള്ളത് വലിയൊരു കഷ്ടമാണ്. നമുക്ക് ഇത്രയും റിച്ചായ ഒരു പാരമ്പര്യം നമ്മുടെ ഭാരതത്തിലുള്ളപ്പോൾ നമ്മുടെ ഇവിടെ പറഞ്ഞ മെഡിക്കൽ കോഴ്സുകളൊന്നും തന്നെ ആയുർവേദത്തിൽ ഒഴിച്ച് വേറെ ഒന്നും തന്നെ മെജോറിറ്റിയിലും, ഹോമിയോപ്പതിയിൽ കുറെ പഠിക്കുന്നുണ്ട്, പക്ഷെ ഇത്രത്തോളം വിശദീകരിച്ച് പഠിക്കുന്നില്ല. തീർച്ചയായിട്ടും ഗവൺമെന്റുകൾ ശ്രദ്ധയോടെ ഇക്കാര്യം കൊണ്ടുവരണം തോന്നുന്നു. നമ്മുടെ ആദരണീയനായ നമ്മുടെ ചലച്ചിത്രകാരൻ ഗോപകുമാർ സാറിന് ക്ഷണിക്കുകയാണ്. സാറേ, എന്ത് തോന്നുന്നു സാറേ കേട്ടിട്ട്? സാർ അൺമ്യൂട്ട് ചെയ്യണേ, സാർ അൺമ്യൂട്ട് ചെയ്യണേ.
അൺമ്യൂട്ട് ചെയ്യൂ സാറേ. ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. അൺമ്യൂട്ട്. അൺമ്യൂട്ട് ചെയ്യാൻ ചോദിക്കുന്ന ഭാഗത്ത് തന്നെ സാർ ഒന്ന് ഞെക്കിയാൽ മതി. അല്ലെ താഴെ ഓഡിയോ ഉണ്ടല്ലോ, അവിടെ ക്ലിക്ക് ചെയ്താലും മതി. ആ സ്ക്രീനിലൊന്ന് സാർ ടച്ച് ചെയ്തേ, അപ്പൊ റെഡ് ഇടത്ത് അറ്റത്ത് ഒരു ഇത് കാണാം. ആ ശരി ശരി. ആയോ? കേൾക്കാം. ആ, വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു സ്പീച്ച് ആയിരുന്നു. ഞാൻ ഒരു മണിക്കൂർ പോയത് അറിഞ്ഞില്ല. അപ്പോൾ പക്ഷെ ഒരുപാട് കാര്യങ്ങൾ ഇനിയും പറയാനുണ്ട്. എനിക്ക് ഇതിപ്പോ ഡോക്ടർ പറഞ്ഞത് സാമാന്യനെയുള്ള അസുഖങ്ങളും സാമാന്യനെയുള്ള ഭക്ഷണ ക്രമങ്ങളുമാണ്. ഇനി ഏതെങ്കിലും പർട്ടിക്കുലർ അസുഖത്തിനുള്ള ഭക്ഷണക്രമമോ അല്ലെങ്കിൽ പർട്ടിക്കുലർ അസുഖത്തിന് കാരണമാകുന്ന ഭക്ഷണങ്ങളോ അതിനെക്കുറിച്ചൊക്കെ ഒരുപാട് അറിയാനുണ്ട്. അത് എന്തായാലും ഇന്നിനി പറ്റില്ല. അതെ സാർ, തീർച്ചയായിട്ടും നമുക്ക് ഇനിയും തുടരേണ്ടതുണ്ട്. വളരെ നല്ലൊരു പ്രതികരണമാണ്. ഇത്രയും പ്രമുഖനായ ഒരു പ്രതിഭാസമ്പന്ന ചലച്ചിത്ര താരത്തിൽ നിന്ന് വന്നിരിക്കുകയാണ്. അപ്പോ നമുക്ക് തീർച്ചയായിട്ടും എൻകറേജിംഗ് ആണ്. നന്ദി സാർ. തീർച്ചയായിട്ടും തുടരാം സാർ. തീർച്ചയായിട്ടും ചലച്ചിത്ര താരമായിട്ടല്ല, ശരിക്കും ഒരു സാധാരണ മനുഷ്യനായിട്ടാണ്. കാരണം ഈ ഡോക്ടറുടെ ഒക്കെ മുമ്പിൽ നമ്മൾ പിന്നെ സാധാരണ മനുഷ്യനായിട്ട് ഇരിക്കാൻ പറ്റൂ? അല്ല, നമ്മളെ സംബന്ധിച്ചുള്ള അങ്ങനല്ല. ഓക്കെ സാറേ, സന്തോഷം. ഓക്കെ. ലത ഡോക്ടറിന് സംസാരിക്കാനുണ്ടോ? ലത ഡോക്ടറെ, അത് കഴിഞ്ഞ് രമാദേവ് ഡോക്ടറേക്ക് വരാം. രമാദേവ് ഡോക്ടർ റെഡി ആയിക്കോ. ഡോക്ടറെ നമസ്കാരം എല്ലാവർക്കും. പിന്നെ എനിക്ക് ചോദിക്കാനുള്ളത് ഡോക്ടറോട്, പിന്നെ രാജസം, സ്വാത്വികം, താമസം എന്നുള്ള ഭക്ഷണക്രമമുണ്ട്. അതിനെപ്പറ്റി ഒന്ന് വിശദമായിട്ട് പിന്നീട് അടുത്ത ക്ലാസ്സിൽ പറയണം. പിന്നെ ചോദിക്കാനുള്ളത്, പൊതുവെ നമ്മൾ ഒരു വ്യക്തി ഒരു ദിവസം ആയുർവേദ വിധി പ്രകാരം എത്രമാത്രം വെള്ളം കുടിക്കണം സാധാരണ ആള്? വെള്ളം കുടിക്കണം. ഈ വെള്ളം കൂടി ഞാൻ പറഞ്ഞില്ലേ, ഈ പറഞ്ഞ പോയ കൂട്ടത്തിൽ മനസ്സിൽ വിചാരിച്ചൊരു സംഗതിയാണ് ഈ അനുപാനം എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട്. ഭക്ഷണം മാത്രമല്ല, ചതുർവിധ ഭക്ഷണങ്ങളാണുള്ളത്. ചവച്ച് തിന്നുന്നത്, കടിച്ചു പറിച്ച് തിന്നുന്നത്, അതായത് മാംസം പോലെയുള്ള സംഗതികൾ, പിന്നെ നക്കി തിന്നുന്നത്, പിന്നെ കുടിക്കുന്നത്. അപ്പൊ പാനങ്ങൾ എന്ന് പറഞ്ഞ ഒരു പ്രത്യേക വിഭാഗം തന്നെയുണ്ട്. അപ്പൊ അതിനകത്ത് ഭക്ഷണത്തിന് മുൻപെയോ ഭക്ഷണത്തോട് ചേർത്തോ ഭക്ഷണത്തിന് ശേഷമോ കഴിക്കുന്ന ഈ ഭക്ഷണങ്ങളെയാണ്, ദ്രവമായിട്ടുള്ള സംഗതിയിലാണ് അനുപാനം. അനുസഹ പശ്ചാദ്വാ പീയതേതി അനുപാനം. ഭക്ഷണത്തിനോട് മുൻപെയോ ഭക്ഷണത്തിന് പിൻപെയോ ഭക്ഷണത്തോടൊപ്പമോ ഈ ദഹന പ്രക്രിയ സഹായിക്കുന്ന രീതിയിൽ ഉപയോഗിക്കപ്പെടുന്ന ദ്രവങ്ങളെയാണ് അനുപാനം എന്ന് പറയുന്നത്. അത് നിർണ്ണയിക്കപ്പെടുന്നത് ഈ പറഞ്ഞ സാമാന്യം. ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഡോക്ടർ ചോദിച്ചത്. കാര്യം എന്ന് പറഞ്ഞാൽ സാധാരണ രോഗാവസ്ഥയിലാണ് നമ്മൾ കൂടുതൽ അഡ്രസ് ചെയ്യുന്നത്. അപ്പോഴൊക്കെ പറയുന്നത് വെച്ചാൽ മിക്കവാറും മൂത്രത്തിൽ മറ്റേ റീനൽ കാൽക്കുലിയ പോലുള്ള സന്ദർഭത്തിലോ അശ്മരിയൊക്കെ വരുന്ന സന്ദർഭത്തിലൊക്കെ വരുമ്പോൾ ധാരാളം വെള്ളം കുടിക്കാൻ ഒരു പൊതു നിർദ്ദേശമാണ് പറയുന്നത്. അല്ലെങ്കിൽ 8 ഗ്ലാസ്, 12 ഗ്ലാസ്, 2 ലിറ്റർ, 3 ലിറ്റർ, ഇങ്ങനെ ഒരു സംഗതി. ശരിക്കും ഇതൊക്കെ സാമാന്യമായിട്ട് പറയാമെങ്കിൽ പോലും ഒരു രോഗാവസ്ഥ നോക്കിയിട്ട് രോഗിയുടെ അവസ്ഥയ്ക്ക് അനുസരിച്ച് എത്ര വേണം. എന്നാലും സാമാന്യമായി നേരത്തെ പറഞ്ഞത് ഒരു 2-3 മാനദണ്ഡങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിന് ഉത്തരം കിട്ടും. ഞാൻ വളച്ചു കിട്ടുന്നില്ല, കൃത്യമായി പറയാം. അതായത് നേരത്തെ ആദ്യമേ തന്നെ പറഞ്ഞു, ശരീരത്തിന്റെ ഒരു ഡിമാൻഡ് ഉണ്ട്. അതായത് ശരീരത്തിൽ ഉപയോഗിക്കപ്പെട്ട ദ്രവാംശം കഴിഞ്ഞിരിക്കുന്നു. ഇനി ഇതിന്റെ മെറ്റബോളിസത്തിന്, അതിന്റെ ചയാപചയ പ്രക്രിയ നിലനിർത്തി മുന്നോട്ട് പോകണമെങ്കിൽ പര്യാപ്തമായ തോതിൽ വെള്ളം വേണം എന്ന് നൽകുന്ന സൂചനയാണ് ദാഹം. അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട അളവ് പോലെ വെച്ചാൽ ദാഹത്തിനനുസരിച്ച് വെള്ളം കുടിക്കുക എന്നുള്ളത്. ഈ ദാഹത്തിനെ സ്വാധീനിക്കുന്ന പല ഘടകങ്ങളുണ്ട്. അത് ചിലത് കൂടെ കഴിക്കപ്പെടുന്ന ഭക്ഷണത്തിന്റെ സ്വഭാവം. ചില ഭക്ഷണം, ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഗോതമ്പ് ചേർത്തുള്ള പല ഭക്ഷണങ്ങളൊക്കെ പലഹാരങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ വെള്ളത്തിന്റെ ആവശ്യം കുറച്ച് അധികം കൂട്ടുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പൊ വെള്ളദാഹം പെട്ടെന്ന് തന്നെ വരും. അതേപോലെ ബിസ്ക്കറ്റ് പോലെ വരണ്ട ഭക്ഷണങ്ങൾ കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ, അവല് കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ, ഇതൊക്കെ വളരെ പെട്ടെന്ന് ദാഹത്തിന്റെ തോത് കൂട്ടുക. അപ്പൊ വെള്ളദാഹത്തിന്റെ ആവശ്യത്തെ കൂട്ടുന്ന. അപ്പം കഴിക്കുന്ന ഭക്ഷണത്തിനനുസരിച്ചിട്ട്, പിന്നെയോ ദാഹത്തിനനുസരിച്ചിട്ട്, പിന്നെ അടുത്തതെന്ന് വെച്ചാൽ കാലാവസ്ഥയ്ക്ക് ഇപ്പം നല്ലവണ്ണം വെട്ടി വേർക്കുന്ന ചൂടുള്ള സമയത്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിന്റെ ആവശ്യം കൂടുതലായിരിക്കും. അപ്പൊ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു തിട്ടപ്പെടുത്തിയ തോത് മാത്രം പര്യാപ്തമല്ലാതെ വരും. നല്ലവണ്ണം അപ്പൊ എങ്ങനെ ശരീരത്തിൽ ജലാംശം കുറഞ്ഞു പോയി എന്നുള്ള സൂചനയാണല്ലോ വെള്ളദാഹമായി വരുന്നത്. അത് തിരിച്ചറിയാനുള്ള മാർഗം വായുവരൾച്ച വരുന്നുണ്ടോ എന്നുള്ളതാണ് ഒന്ന്. മറ്റൊന്ന് മൂത്രത്തിന്റെ സ്വഭാവം നിരീക്ഷിച്ചു കഴിഞ്ഞാൽ, മൂത്രം പോകുമ്പോഴത്തേക്ക് നിറവ്യത്യാസം ഏറുന്നു, അല്ലെങ്കിൽ മൂത്രം ഒഴിക്കാൻ പോയി നിൽക്കുമ്പോൾ ചുടിച്ചിലോ
പുകച്ചിലോ തുടങ്ങിയുള്ള അസ്വസ്ഥതകളൊക്കെ ജനിപ്പിക്കുന്നത്. ഇത് അണുബാധയുടെ സാഹചര്യത്തിലൊക്കെ വന്നേക്കാം. എങ്കിൽ പോലും സാമാന്യമായി മറ്റു രോഗങ്ങളൊന്നും ഇല്ലാത്ത ഒരാളിൽ അസാധാരണമായി ഇത് വന്നു തുടങ്ങുന്നുവെങ്കിൽ, പെട്ടെന്നൊരു സാഹചര്യത്തിൽ വരുന്നുവെങ്കിൽ ഇത് ഇതിനെ ഈ ശരീരത്തിലുള്ള ജലാംശം കുറഞ്ഞു പോകുന്നതിന്റെ, പ്രത്യേകിച്ച് നല്ല വെയിലത്ത് ജോലി ചെയ്യുന്നതും നല്ല വെട്ടി വേർക്കുന്ന രീതിയിൽ ജോലി ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചോളം ഇതെന്തിന്റെ തന്നെ സൂചന, ശരീരത്തിൽ ജലാംശം കുറഞ്ഞു പോയതിന്റെ ഒരു സൂചനയായി തന്നെ പ്രാഥമികമായി കാണുകയും അതിനനുസരിച്ച് അപ്പൊ പരിഹാരം എന്ന രീതിയിൽ വെള്ളം കുടിക്കുകയും ചെയ്യും. യുക്തിസഹമായി ചെയ്യുക എന്നുള്ളതാണ് ചുരുക്കത്തിൽ ഡോക്ടറെ. അതല്ല, 2-3 മാനദണ്ഡങ്ങൾ പ്രധാനമാണ്. ഒന്ന്, ദാഹത്തിനനുസരിച്ച് കുടിക്കുക, കാലാവസ്ഥയ്ക്കനുസരിച്ച് കുടിക്കുക, അവനവന്റെ തൊഴിലിന്റെയും ശാരീരിക ആവശ്യത്തിനനുസരിച്ച്. പിന്നെ ഈ ജലാംശം നിർജ്ജലീകരണം സംഭവിച്ചുള്ള പ്രാഥമിക ലക്ഷണം നൽകുന്ന വായുവരൾച്ചയും മൂത്രത്തിന്റെ ചുടിച്ചിലും നിറവ്യത്യാസവും ഒക്കെ ഒന്ന് സ്വയം നിരീക്ഷിച്ചു കഴിഞ്ഞാൽ എനിക്ക് എത്ര വെള്ളം വേണം, ഇതൊന്നും വരാത്ത രീതിയിൽ എത്ര വെള്ളം, 2-3 ദിവസം നമ്മളെ സ്വയം നിരീക്ഷിച്ചാൽ നമുക്ക് ആ കാലാവസ്ഥയിൽ എത്ര വെള്ളം വേണം നമുക്ക് തന്നെ നിജപ്പെടുത്താവുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു. ശരി ഡോക്ടറെ, നമുക്ക് ഇനിയും തുടരാം. അടുത്ത ഡോക്ടർ സലീം കുമാർ. ഡോക്ടർ സലീം കുമാർ സംസാരിക്കാം ഡോക്ടറെ. അൺമ്യൂട്ട് ചെയ്യൂ ഡോക്ടറെ. ഹലോ, കേൾക്കാം. നമസ്കാരം. സാറേ നമസ്കാരം. ഇങ്ങനെ ഒരു ക്ലാസ് കിട്ടിയതിൽ സന്തോഷം. ഒരു സംശയം, നമ്മൾ സാധാരണ ഇന്ന് നമ്മുടെ നാട്ടുകളപ്പാണ്, ഒരാൾക്ക് പനി വന്നു കഴിഞ്ഞാൽ എന്ത് കഴിക്കണമെന്നുള്ളത്. പനി കുറഞ്ഞു കഴിഞ്ഞാലോ അല്ലെങ്കിൽ പനി കുറയുന്നെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഉടനെ കഞ്ഞി കുടിച്ചോളൂ എന്ന് പറയാറുണ്ട്. അത് എത്രത്തോളം അതിൻ്റെ അകത്ത് ഒരു ആയുർവേദം അനുവദിക്കുന്നുണ്ട് കഞ്ഞി കുടിക്കുക എന്നുള്ളത്? കഞ്ഞിയേക്കാൾ എൻ്റെ ചിന്തയിൽ നമ്മുടെ ഇഡലിയോ ദോശയോ ഒക്കെ അതിനേക്കാൾ കുറച്ചുകൂടി സോഫ്റ്റ് അല്ലേ? ഈ പുഴുക്കലരിയുടെ കഞ്ഞി അടിച്ചു കയറ്റിയാൽ വയറിന് ലോഡല്ലേ? അങ്ങനെയുള്ള സംശയം തീർത്തരോ? അല്ല, അതെ പറയാൻ പറ്റും. ഇതില് ഈ ഭക്ഷണത്തെ പറ്റി പറയുമ്പോൾ ഇതിന്റെ വലിയൊരു മേഖല തന്നെയാണ്. അപ്പൊ ഇതിനകത്ത് പറയുന്ന ഒരു കൃതാന്ന വർഗം എന്നൊരു ഭാഗമുണ്ട്. കൃതാന്ന പാകപ്പെടുത്തി കഴിക്കുന്ന ഭക്ഷണങ്ങൾ. അതിൽ അരിയെ തന്നെ ഈ പറയുന്നത് നാല് തരത്തിലാണ്. അതായത് കഞ്ഞിത്തെളി, നേർത്ത കഞ്ഞി, കൊഴുത്ത കഞ്ഞി, ചോറ്, അങ്ങനെയാണ്. മണ്ട, പേയ, വിലേബി, ഓദനം എന്ന് 4 തരത്തിലാന്ന് പറയുന്നത്. മണ്ടം എന്ന് പറഞ്ഞാൽ ഈ കഞ്ഞിത്തെളിയാണ് മണ്ടം എന്ന് പറയുന്നത്. പേയ എന്ന് പറഞ്ഞാൽ വറ്റ് കുറഞ്ഞ് വെള്ളം കൂടിയ കഞ്ഞി. പിന്നെ കൊഴുത്ത കഞ്ഞിയുണ്ട്, വറ്റിന്റെ അളവ് കൂടുതലായിരിക്കും, വെള്ളം കുറവായിരിക്കും, നല്ല കുറുകിയിരിക്കും. അത് കുറച്ചുകൂടെ അപ്പുറത്ത് പോയാൽ പടച്ചോറ് പോലെയൊക്കെ ആവും. ഇത് വെള്ളം ഊറ്റി തിളപ്പിച്ച് ആവിയോട് കഴിക്കുന്ന ചോറിനെയാണ് ഓദനം എന്ന് പറയുന്നത്. ഇതെല്ലാം അരി തന്നെയാണെങ്കിലും ഇത് നേരത്തെ പറഞ്ഞ സംസ്കാര ഭേദം കൊണ്ട്, അതായത് പ്രോസസ്സിങ്ങിലുള്ള വ്യത്യാസം കൊണ്ട്, ഘടനയിലെ വ്യത്യാസം കൊണ്ട് പല രീതിയിലാണ്. പിന്നെ ഇതിനെ മുന്നോട്ട് വെച്ചിരിക്കുന്ന തന്നെ അതിന്റെ ഒരു ഗുരുത്വം ലാഘവം പരിഗണിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ 4 സംഗതികളിൽ ഏറ്റവും ദഹിക്കുവാൻ പാടുള്ളത്, അല്ലെ ഏറ്റവും ഗുരുത്വമേറിയത് എന്ന് പറയുന്നത് ഓദനമാണ്. ഓദനത്തെക്കാളും താരതമ്യേന കുറച്ചുകൂടെ ലഘുവാണ് വിലേബി എന്ന് പറഞ്ഞ കൊഴുത്ത കഞ്ഞി. അതിനേക്കാളും ലഘുവാണ് വെള്ളം കൂട്ടിയിട്ടുള്ള നീണ്ട കഞ്ഞി. തീരെ ലഘുവായിട്ടുള്ളതാണ് കഞ്ഞി വെള്ളം. അപ്പൊ സാധാരണ നമുക്കറിയാം, ഇപ്പോഴാണല്ലോ നമ്മൾ തിളപ്പിച്ച വെള്ളവും ഒക്കെ കുടിക്കാൻ തുടങ്ങിയ. പണ്ട് പച്ചവെള്ളം, ഇപ്പൊ പച്ചവെള്ളം ആശ്വാസകരമെന്ന് പറയാൻ പറ്റില്ല. കാര്യം ഈ മാലിന്യവും ഒക്കെ ജനസാന്ദ്രതയൊക്കെ ഏറിയത് കൊണ്ട് നമ്മുടെ കിണറ്റിലെ വെള്ളം പഴയ പോലെ വിശ്വസിച്ച് കുടിക്കാൻ പറ്റാത്ത സ്ഥിതിയാണല്ലോ. പക്ഷെ തിളപ്പിച്ചാറിയ വെള്ളം തന്നെ വേണം, അത് വേറെ. പക്ഷെ എന്നാൽ ഞാൻ പറഞ്ഞ സംഗതി ഇതാണ്. അപ്പം അതിന് പകരമായി നമ്മൾ അതിനേക്കാൾ വേറൊരു എന്താ പറയാ സപ്ലിമെന്റ് എന്നല്ലെങ്കിൽ പകരം എന്ന് പറയുന്ന സംഗതി കഞ്ഞിവെള്ളമായിരുന്നു. അപ്പൊ കഞ്ഞിവെള്ളം കഴിക്കാം. ആയുർവേദത്തിൽ തന്നെ ഒരു പ്രത്യേക ഭാഗമുണ്ട്. എല്ലാ രോഗചികിത്സയിലും ഈ സാധാരണ കഴിക്കുന്ന ആഹാരത്തെ കഞ്ഞിയാക്കി കൊടുക്കുന്ന ഒരു രീതിയുണ്ട്. കഞ്ഞിയാക്കി എന്ന് വെച്ചാൽ കൊഴുത്ത കഞ്ഞി എന്നുള്ള രീതിയിലല്ല ഇവിടെ മനസ്സിലാക്കേണ്ടത്. ഈ ഔഷധദ്രവ്യങ്ങളെ കൊണ്ട് സംസ്കരിച്ചുകൊണ്ട്, അതായത് ആ രോഗത്തിന്റെ അവസ്ഥയെ പരിഗണിച്ചുകൊണ്ട് അതിന് യുക്തമായ ഔഷധങ്ങളെ കൊണ്ട് ചേർത്തിട്ടുള്ള അതിന്റെ ഒരു എക്സ്റ്റെൻഡഡ് വെർഷനാണ് ഈ കർക്കിടക കഞ്ഞി എന്നൊക്കെ പറഞ്ഞ് ഉപയോഗിക്കുന്നത്. അപ്പൊ കർക്കിടക കഞ്ഞി എല്ലാവർക്കും കഴിക്കേണ്ടതാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരോഗ്യം പരിരക്ഷിക്കാൻ സാമാന്യമായി ചിലതൊക്കെ ചെയ്യാം. പക്ഷെ രോഗിയാണെങ്കിൽ രോഗത്തിന്റെ പരിഗണനയോടുകൂടി, അതായത് ഇതിന്റെ താല്പര്യം ഇത്രയേ ഉള്ളൂ, സാധാരണ ചോറിനേക്കാളും താരതമ്യേന ലഘുതരമായിട്ട് ശരീരത്തിൽ ആഗിരണം ചെയ്യുന്ന ഒരു സംഗതിയാണ് കഞ്ഞി. അതുകൊണ്ട് ദഹനശക്തി കുറെ ദുർബലമാവുന്ന രോഗാവസ്ഥയിലൊക്കെയും കട്ടിയേറിയ ആഹാരത്തെക്കാളും എളുപ്പത്തിൽ ദഹിക്കുന്ന ആഹാരം എന്ന രീതിയിലാണ് നമ്മൾ കഞ്ഞി നിർദ്ദേശിക്കാറ്. ഇനി സാറ് ചോദിച്ച ചോദ്യത്തിന്റെ കൃത്യമായ ഒരു ഭാഗം പറഞ്ഞു എന്ന് എന്റെ വിചാരം. ഇനി അടുത്ത ഭാഗം, ഇഡ്ഡലിയും ദോശയുടെ ഒരു സ്വഭാവം നോക്കി കഴിഞ്ഞാൽ രണ്ടും പുളിപ്പിച്ചിട്ടുള്ള അതായത് പ്രോസസ്സിങ്ങിൽ ഒരു ഫെർമെന്റേഷൻ ഇൻവോൾവ് ആണ്. ഇപ്പൊ ഫെർമെന്റഡ് സംഗതികൾ സാധാരണ ഈ പറഞ്ഞ ശരീരത്തില് ആയുർവേദത്തിന്റെ ഒരു സമ്പ്രദായത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉൾപ്പുഴുക്കിനെയോ അല്ലെങ്കിൽ ഫെർമെന്റേഷൻ പുളിച്ചു തകട്ടലിനെയൊക്കെ കൂടുതൽ ജനിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. സംഭവം ഈ ആവിയിൽ പുഴുങ്ങുന്നതുകൊണ്ട് ഒരു ലാഘവം ഉണ്ടെങ്കിൽ പോലും ഇതിനകത്ത് ചേർന്നിട്ടുള്ള ചേരുവയുടെ സ്വഭാവം നോക്കി കഴിഞ്ഞാൽ അത് പുളിച്ചിട്ടുണ്ടാകുന്നതാണ്. അത് മാത്രമല്ല അതിപോഷകവുമാണ്. ഉഴുന്നൊക്കെ ചേരുമ്പോൾ പുഷ്ടി വല്ലാതെ ഏറുന്നുണ്ട്. അപ്പൊ അതിനെ ഒന്ന് ക്രമീകരിക്കാനാണ് സാധാരണ കഞ്ഞി പറയാറുള്ളത്. ഓക്കെ ക്ലിയർ ആണ്. സമയത്തിന്റെ പ്രശ്നമുണ്ട്.
നമുക്ക് ഇനിയും തുടരാം. അടുത്ത ദിവസം സാറിന് ബാക്കി ചോദിക്കാം. ഇനി ഹരിഹരൻ സാറിലേക്കോ? ഹരിഹരൻ സാർ സംസാരിക്കാമോ? ഹരിഹരൻ സാർ അൺമ്യൂട്ട് ചെയ്യാമോ? ഓക്കെ മനോജ്, ഡോക്ടർ മനോജ്, ഇത് സമയം ധാരാളമായി. ഇതൊരു വാസ്റ്റ് സബ്ജക്റ്റ് ആണ്. ഇത് എനിക്ക് ഒത്തിരി ചോദ്യങ്ങൾ ചോദിക്കാൻ സംശയങ്ങളുണ്ട്. ചോദ്യങ്ങളല്ല, സംശയങ്ങളുണ്ട്. അത് ഈ വ്യക്തികളിൽ തന്നെ, ജീവജാലങ്ങളിലും മനുഷ്യരിലും എല്ലാവരിലും ഈ ദാഹത്തിന്റെ അത് വേരിയേഷൻസ് കാണുന്നുണ്ട്. വേരിയേഷൻ, ചില ആൾക്കാർക്ക് ദാഹ കൂടുതലുള്ളവരുണ്ട്, ചില ആൾക്കാർ ദാഹ കുറവുള്ളവരുണ്ട്. അതെന്താണ് അതിന്റെ കാരണം? എന്താണ് ഡോക്ടറുടെ അഭിപ്രായം? ഇത് ആയുർവേദത്തിന്റെ ഒരു നിലപാടില് ഇത് അടിസ്ഥാനപരമായ ശരീരത്തിന്റെ ഒരു ഘടനാവിശേഷത്തെ പറ്റി പറയുന്നുണ്ട്. പ്രകൃതി എന്നാ പറയുക. ഓരോരുത്തരുടെ ശരീരപ്രകൃതി അനുസരിച്ചിട്ടാണ് അവരുടെ വിശപ്പും ദാഹവും അവരുടെ ശാരീരിക പ്രക്രിയകളും ഒക്കെ നിർദ്ധാരണം ചെയ്യപ്പെടുന്നത്. അപ്പം ഈ ചില ആൾക്കാരുണ്ട് അതിനെ ഈ പറഞ്ഞോട്ട് മറ്റേ ഈ പ്രകൃതി ചികിത്സ അല്ല, ഹോമിയോയുടെ ഒരു തത്വത്തിൽ അങ്ങനെ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. സോറ എന്നും സിബിലി സോറ എന്നും സിബിലി അതെ അതെ. ഞങ്ങൾക്ക് അതുണ്ട്. തേഴ്സ്റ്റ് ഉള്ള പേഷ്യൻസ് ഉണ്ട്, തേഴ്സ്റ്റ്ലെസ് പേഷ്യൻസ് ഉണ്ട്. അതെ. അപ്പൊ ഇത് എക്സാക്ട്ലി അങ്ങനെയാണോ എന്നറിയില്ല. പക്ഷെ അതേപോലെ തന്നെ ആയുർവേദത്തിൽ ഈ പിത്തപ്രകൃതി അല്ലെ വാദപ്രകൃതി, പിത്തപ്രകൃതി, കഫപ്രകൃതി എന്ന് പറഞ്ഞു അതിന്റെ കലർപ്പുകളോടുകൂടിയ വാദപിത്തം, ഈ രണ്ട് കൂടെ കലർന്ന പ്രകൃതി വിശേഷങ്ങളും എല്ലാം ചേർത്ത് ഒരു 7 തരം പ്രകൃതിയെ സാമാന്യമായി പറയുന്നു. അപ്പൊ അതിനകത്ത് ഈ പിത്തത്തിന്റെ അംശമുള്ള പ്രകൃതികളിൽ വെള്ളദാഹം മറിച്ച് ഏറാൻ സാധ്യതയുണ്ട്. ഈ കഫത്തിന്റെ പ്രകൃതിയുള്ളവരിൽ സ്വതവേ ഈ വെള്ളദാഹം കുറഞ്ഞു നിൽക്കാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ അപ്പം ഈ ആഹാരത്തിന്റെ ഒരു അളവും മാത്രയും ഒക്കെ തീരുമാനിക്കുമ്പോൾ പ്രകൃതിയും വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി. ഒറ്റ ഉദാഹരണം കൊണ്ട് ഞാൻ പറയാം. ഈ പാല് കഴിക്കുന്ന ആൾക്കാരിൽ, ഈ വാദപ്രകൃതിയുള്ള ആൾക്കാരിൽ പാല് കോഷ്ടത്തിൽ എത്തിക്കഴിഞ്ഞാൽ വളരെ പെട്ടെന്നുള്ള ശോധനയൊന്നും ഉണ്ടാക്കില്ല. എന്നാൽ പിത്തപ്രകൃതി ഉള്ളവരിലാണെങ്കിൽ അത് വളരെ പെട്ടെന്ന് തന്നെ അനായാസേന വയറൊഴിഞ്ഞു പോകുന്നതിനെ സഹായിക്കുന്നതാണ്. ഇത് അയാളുടെ പ്രകൃതി ഏതാണെന്ന് തിരിച്ചറിയാനുള്ള ഉപായമായിട്ടും ആയുർവേദത്തിൽ പറയാറുണ്ട്. ഇപ്പം പാലൊക്കെ കഴിച്ചാൽ തന്നെ വയറയഞ്ഞു പോകുന്ന ഒരാളാണെങ്കിൽ അയാളുടെ അന്നനാളത്തിൽ ഈ പിത്തദോഷത്തിന്റെ ഒരു പ്രാധാന്യമേറുന്നു. എനിക്കൊന്ന് അത് ഇങ്ങനെ പറഞ്ഞാൽ അത് എത്രത്തോളം മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. ഒരു മനസ്സിലാകുന്നുണ്ട്. കാര്യം ഞങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷൻസ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞ ഒരു ടോപ്പിക് ഞങ്ങൾക്കുണ്ട്. ഞങ്ങളുടെ ഹോമിയോപ്പതിയിലുണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻസ്. അതില് ഞങ്ങള് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ബിലിയസ് കോൺസ്റ്റിറ്റ്യൂഷൻസ്, നിങ്ങൾ ഒത്തിരി കോൺസ്റ്റിറ്റ്യൂഷൻ 2-3 കോൺസ്റ്റിറ്റ്യൂഷൻസ് നമ്മൾ പറയുന്നുണ്ട്. അപ്പൊ അത് ആയുർവേദമായിട്ട് ലിങ്ക് ചെയ്യണം. ലിങ്ക് ചെയ്യുമ്പോഴേ നമുക്കത് പൂർണ്ണമായിട്ടും ആയുർവേദത്തിലാണ് അത് കുറച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ളത്. ഹോമിയോപ്പതിയില് ഞങ്ങൾ വളരെ കുറച്ച് അത് അങ്ങനെ ടെമ്പറമെന്റ്സ് ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻസ്. അതെ. അത് ശാരീരികം മാത്രമല്ല മാനസികമായിട്ടും ഇതിനെ 3ആയി തിരിച്ചു. നേരത്തെ ആ ടീച്ചർ ചോദിച്ചോട്ട് രാജസം, താമസം, സാത്വികം എന്ന് പറഞ്ഞ രീതിയിൽ മാനസിക കായവിശേഷങ്ങളും ശരീര കായവിശേഷങ്ങളും എന്ന് പറഞ്ഞ 2ആയി പറയുന്നുണ്ട്. ഫിസിക്കൽ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നും മെന്റൽ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നും പറയുന്നത് അതിനെ തിരിച്ചു വെച്ചിട്ട് തന്നെ ഉണ്ട്. അപ്പൊ അത് ഓരോരുത്തരുടെ സ്വഭാവ വിശേഷങ്ങൾ കൊണ്ട് അവരെ വർഗീകരിക്കുന്ന ഒരു രീതിയാണ്. ഓക്കെ, നമുക്ക് സമയത്തിന്റെ പ്രശ്നമുണ്ട്. ഈ പറഞ്ഞ സാത്വികത്തിൽ നിന്ന് മനസ്സുണ്ടായിരുന്നു എന്നാണല്ലോ. നമുക്ക് രമാദേവി അമ്പാടി ഡോക്ടർ ക്ഷണിക്കാം. നന്ദി പറയാനുണ്ട്. ഡോക്ടർ രമാദേവി അമ്പാടി മാഡം സംസാരിക്കാമോ? അൺമ്യൂട്ട് ചെയ്യൂ ഡോക്ടർ, അൺമ്യൂട്ട് ചെയ്യൂ. കേൾക്കാമോ? കേൾക്കാം. നല്ല അസല് ക്ലാസ് ആയിരുന്നു. കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ. കഴിഞ്ഞ തവണ എക്സസൈസിനെ പറ്റി എല്ലാം പറഞ്ഞു. ഇത്തവണ ഇങ്ങനെ ആഹാരത്തിനെ പറ്റി. ഇനിയും ഒരു മനുഷ്യന്റെ ദിനചര്യയില് മറ്റുള്ള കാര്യങ്ങൾക്ക് മറ്റുള്ള കാര്യങ്ങളും ഇതുപോലെ തന്നെ ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. പിന്നെ ഇപ്പൊ പറഞ്ഞില്ലേ ഭക്ഷണം പകുതി എന്ന് പറഞ്ഞില്ലേ, ജപ്പാൻ ഒരു വേർഡുണ്ട്, ഹരാ ഹാച്ചിബു. അതായത് അത് ഭക്ഷണത്തിന് മുൻപും ഭക്ഷണത്തിന് ശേഷവും അവർ പറയും. അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാല് 80% നമ്മൾ ഭക്ഷണം കഴിക്കാവൂ എന്നാണ്. അത് എല്ലാവരും അവരുടെ ആരോഗ്യത്തിന്റെ ഒരു രഹസ്യം ആ 80% ഫുഡാണ് എന്ന് പറഞ്ഞ പോലെയാണ്. എന്തായാലും നമ്മുടെ ആയുർവേദം പിന്നെ നമ്മുടെ വൈദ്യ സ്വത്താണ്. അതിനെപ്പറ്റി ഇങ്ങനെ ഞങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്ന ഡോക്ടർക്ക് എന്റെ പേരിലും EOPHന്റെ പേരിലും ഉള്ള നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇനിയും വരണം എന്നുള്ള അപേക്ഷയോടെയാണ്
നന്ദി രേഖപ്പെടുത്തണം. ഞങ്ങൾ വീണ്ടും പ്രതീക്ഷിക്കണു. ഇനി ബാക്കിയുണ്ടല്ലോ, ഈ പറഞ്ഞ പോലെ മനോജ് പറഞ്ഞ പോലെ സ്നാനം, അതുപോലെ തന്നെ എല്ലാം ഓരോ കാര്യങ്ങളുണ്ട്. അതിനെപ്പറ്റിയൊക്കെ ആയുർവേദത്തിൽ ഓരോ ദിനചര്യ ഓരോ ഇതുണ്ട്, ഒരു നിയമം ഉണ്ടെന്ന് ഞങ്ങൾക്ക് അറിയാം. അതൊക്കെ ഞങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുക. എല്ലാവർക്കും ഉപയോഗപ്രദമാണെങ്കിൽ ഞങ്ങൾക്കും അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അതുകൊണ്ട് നല്ല ക്ലാസ് ആയിരുന്നു സാർ. എന്തായാലും ഇനിയും ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. താങ്ക് യു അലോട്ട്. സംക്ഷേപിച്ചരുൾ ചെയ്തത് ഏതുമേ മതിയല്ല, ഇനിയും കൂടുതൽ കേൾക്കണം. അപ്പോ ഇന്നത്തെ പരിപാടി അവസാനിപ്പിക്കുകയാണ്. നാളെ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം, ശുഭനിദ്ര.